അസ്സലാമു അലൈക്കും. 10ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന 5 പൊതുപരീക്ഷാ പേപ്പറുകളുടെ ആൻസർ കീയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കേവലം ചോദ്യം വായിക്കുക, ഉത്തരം പറയുക എന്ന രീതിയിലല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആ ഉത്തരം ശരിയായി വന്നത്, എന്തുകൊണ്ടാണ് അതിന്റെ കൂടെയുള്ള ഉത്തരങ്ങൾ തെറ്റായി പോയത്, ലിസാനുൽ ഖുർആനിന്റെ ചോദ്യങ്ങൾ ഏത് ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് ഈ 5 പേപ്പറുകളുടെയും അടിസ്ഥാനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ എക്സാം പോയിന്റ്സും കൂടി അതിന്റെ വീഡിയോ കൂടി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 5 പേപ്പറുകൾ പരിശോധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച അതേ ചോദ്യം തന്നെ മറ്റു പരീക്ഷകളിലും സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. ഒരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യം എന്താണോ ആ ചോദ്യം ഒരുപക്ഷെ അടുത്ത പരീക്ഷയിൽ ഉത്തരമായി വരികയും ആ ഉത്തരം ചോദ്യമായി മാറുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഇവിടെ വായിക്കുന്ന ചോദ്യവും ഉത്തരവും വളരെ പ്രധാനമാണ്. ഒരു വട്ടം ചോദിച്ച ചോദ്യം അടുത്ത പരീക്ഷയിൽ അത് ഉത്തരമായി വരികയും അതിന്റെ ഉത്തരം ചോദ്യമായി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് നമുക്ക് ഓരോ വർഷങ്ങളിൽ നടന്ന വ്യത്യസ്തമായ പേപ്പറുകൾ ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് 2021 നടന്ന പൊതുപരീക്ഷയുടെ പേപ്പർ നോക്കാം. ഒന്നാമത്തത് നൂസിലു ബിമ യുനാസിബ്, യോജിച്ച ഒന്നുകൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. അർബഅത്തുൻ, നകിറത്തുൻ, മുതഅദ്ദിൻ, മഅരിഫത്തുൻ, മജ്ഹൂലുൻ, ലാസിബുൻ. ഇവ യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. റജുലുൻ എന്താണത്? റജുലുൻ എന്നുള്ളത് നകിറയാണ്. കാരണം എന്താ? റജുലു എന്നത് നിർണയിക്കപ്പെടാത്തതാണ്. ലോകത്തുള്ള സർവ്വ പുരുഷനെയും എന്ത് പറയാം? റജുൽ എന്ന് പറയാം. അവിടെ നമ്മളെ പുസ്തകത്തില് നെക്കിറ മാരിഫയുടെ ആ ഒരു പാഠത്തില് 2 ഉദാഹരണങ്ങളാണ് നെക്കിറക്ക് പറയുന്നത്. ഒന്ന് റജുല്, ഒന്ന് ഇംറഅത്ത്. ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കാം. രണ്ടാമത്തത് സുബൈറുൻ. സുബൈർ എന്നത് മഅരിഫയാണ്, നിർണയിക്കപ്പെട്ടതാണല്ലോ മഅരിഫ. ആ പാഠത്തില്, അതായത് നെക്കിറ മാരിഫയെ കുറിച്ച് പറയുന്ന പാഠത്തില് മഅരിഫക്ക് 2 വ്യക്തികളുടെ പേരാ പറയുന്നത്. വ്യക്തികളുടെ പേരുകളൊക്കെ മാരിഫയാണ്, പക്ഷെ ആ പാഠത്തില് മാരിഫയായ 2 പേര് പറയുന്നുണ്ട്. ഒന്ന് സുബൈർ, ഒന്ന് ഖാലിദ്. ഇത് രണ്ടും ഓർത്തു വെക്കാം. മൂന്നാമത്തത് അർസല. അർസല എന്നുള്ളത് മുതഅദ്ദിയായ ഫിഇലാണ്. ഈ പാഠത്തിൽ 4ാമത്തെ പാഠത്തിലാണല്ലോ ഇതിനെ മുതഅദ്ദി ലാസിമിനെ കുറിച്ച് പറയുന്നത്. അവിടെ മുതഅദ്ദിക്ക് 8 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ 4 ഫിഇലാണ്, പിന്നെ 4 ജറിന്റെ ഹർഫ് കൊണ്ട്, അതുപോലെ ഐൻ ഫീലിനെ ഇരട്ടിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഫിഇലിന്റെ ആദ്യത്തിൽ ഹംസയെ പ്രവേശിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ ലാസിമായ ഫീൽ മുതഅദ്ദിയാക്കാലോ. അങ്ങനെ മുതഅദ്ദിയാക്കിയ 4 ഉദാഹരണങ്ങളും മുതഅദ്ദിയായ 4 ഫിഇലുകളും പറയുന്നുണ്ട്. നമ്മള് ഒരു എക്സാം പോയിന്റ്സ് നൽകാണ്ട് ഒരു വീഡിയോ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. അതിൽ ഇതെല്ലാം വിശദമായി ഏതൊക്കെയാണ് 8 ഉദാഹരണങ്ങൾ എന്നതൊക്കെ നമ്മൾ അതിൽ വിശദമായി പറയും. 4ാമത്തത് അൽ ഇറാബു അർബഅത്തുൻ. ഇറാബ് 4 ഏതൊക്കെ? ജറ്, റഫ്അ്, നസ്ബ്, ജസ്മ്. 5ാമത്തത് കറുമ. കറുമ എന്നുള്ളത് ലാസിമായ പദമാണ്. ലാസിമ് മുതഅദ്ദി എന്ന പാഠത്തിൽ ലാസിമായ 21 ഫെയിലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് 21 ഫെയിലുകളെ കുറിച്ചും നമ്മൾ എക്സാം പോയിന്റ്സിലൂടെ ചർച്ച ചെയ്യും. 6ാമത്തത് ഖുത്തില. ഖുത്തില എന്നുള്ളത് മജ്ഹൂലാണ്.
ആ പാഠത്തിൽ മജ്ഹൂലിനെ കുറിച്ച് പറയുന്ന അതിൽ നായിബ് ഫായിലിനെ കുറിച്ച് പറയുന്ന ഒരു പാഠത്തിൽ 10 ഫെയിലുകളാണ് പറയുന്നത്. മജ്ഹൂലായ 10 ഫീലുകളെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ 10 ഫീലുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറയും. രണ്ടാമത്തത് നജ്അലുൽ അഫ്ആലൽ ആതിയ മുതഅദ്ദിയത്തൻ, താഴെയുള്ള ഫീലുകളെ മുതഅദ്ദിയാക്കാനാണ്. ഇവിടെയുള്ള 6 ഫീലുകളും ലാസിമായ ഫീലുകളാണ്. ഇവയെ മുതഅദ്ദിയാക്കാനാണ് പറയുന്നത്. ലാസിമായ ഫെയിലിനെ മുത്തഅദ്ദിയാക്കാൻ 3 കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, മുത്തഅദ്ദിയാക്കാൻ പറ്റും. ഒന്നാമത്തത് ഐൻ ഫെയിൽ ഇരട്ടിപ്പിക്കുക, രണ്ടാമത്തത് ഹംസയെ പ്രവേശിപ്പിക്കുക, മൂന്നാമത്തത് ജറിന്റെ ഹർഫിനെ കൊണ്ടുവന്നാലും ലാസിമായ ഫെയിലുകളെ മുത്തഅദ്ദിയാക്കാൻ സാധിക്കും. നോക്കാം. ഒന്നാമത്തത് ഖറബ എന്ന ലാസിമായ ഫെയിലിനെ മുത്തഅദ്ദിയാക്കിയത് ഖറബ, ഐൻ ഫെയിലായ റാഇനെ ഇരട്ടിപ്പിച്ച് ഖറബ എന്ന് പറഞ്ഞു അതിനെ മുത്തഅദ്ദിയാക്കി. രണ്ടാമത്തത് ജലസ, അജ്ലസ, അതായത് ജലസ എന്ന പദത്തിൽ ഹംസയെ പ്രവേശിച്ചു ആദ്യത്തിൽ അജ്ലസ എന്നാക്കി, അപ്പോൾ അത് മുതഅദ്ദിയായി മാറി. മൂന്നാമത്തത് ഫളുല, ഫളുല എന്ന പദത്തെ ഐൻ ഫീൽ ഇരട്ടിപ്പിച്ച് ഫളല എന്നാക്കിയപ്പോൾ അത് മുതഅദ്ദിയായി മാറി. നാലാമത്തത് നളഫ എന്ന ലാസിമായ പദത്തെ നളഫ എന്ന് കൊടുത്ത് ഐൻ ഫീലിനെ ഇരട്ടിപ്പിച്ചു, അതുകൊണ്ട് അതും മുതഅദ്ദിയായ പദമായി. അഞ്ചാമത്തത് നസല, അൻസല, ഐൻ ഹംസയെ പ്രവേശിപ്പിച്ചു, അതുകൊണ്ട് അതെന്തായി, മുതഅദ്ദിയായി. ആറാമത്തത് ബക, അബ്ക, ഇവിടെയും ഹംസയെ പ്രവേശിച്ചപ്പോൾ അതും മുതഅദ്ദിയായി. ആമത്തത് നുജീബു, നമുക്ക് ഉത്തരം എഴുതാം. ഇലാമ യുഷാറു ബി ഉലായിക, ഉലായിക കൊണ്ട് എന്തിലേക്കാണ് ഇഷാറത്താക്കുന്നത്? ഇലൽ മക്കാനിൽ ബഈദ്, വിദൂര സ്ഥലത്തേക്കാണ് ഉലായിക എന്നതുകൊണ്ട് ഇഷാറത്താക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, അസ്മാഉൽ മൗസൂലി ലി ജംഇൽ മുദക്കരി മാഹിയ, ജംഉ മുദക്കറിനുള്ള അസ്മാഉൽ മൗസൂല ഏതൊക്കെയാണ്? അല്ലദീന, അൽ ഊല, ഇവ രണ്ടുമാണ്. മൂന്നാമത്തത് അൽ അലമു ഖിസ്മാനി മാഹുമ, അലമ് 2 ഇനമാണ്. ഏതൊക്കെയാണ് 2 ഇനങ്ങള്? അലമു ഷഖ്സും അലമു ജിൻസും, ഇവ രണ്ടുമാണ് എന്ത്, അലമിന്റെ 2 ഇനങ്ങള്. നാലാമത്തത് അല്ലമീറുല്ലദി ലാ യകൂനു മജ്റൂറൻ മാഹുവ, ജറ് ചെയ്യപ്പെടാത്ത ലമീർ ഏതാണ്? അല്ലമീറുൽ മുൻഫസിൽ, ബാരിദായ ലമീർ 2 ഇനമാണ്. ഒന്ന് മുത്തസില്, രണ്ടാമത്തത് മുൻഫസില്. അതിൽ മുത്തസിലായ ലമീറിൽ ജറും വരും, നസ്ബും വരും, റഫ്ഉം വരും. എന്നാൽ മുൻഫസിലായ ലമീറിൽ നസ്ബും വരും, റഫ്ഉം വരും, ജറ് വരികയില്ല. അഞ്ചാമത്തത് അൽ ഹുറൂഫുല്ലത്തി ലാ തുജറു ഇല്ല ഇസ്മ സമാനിൻ മാഹിയ, ഇസ്മ സമാനിനല്ലാതെ ജറ് ചെയ്യുകയില്ല. ഏതാണ് ആ ഹർഫുകൾ? 2 ഹർഫുകളാണുള്ളത്. ഒന്ന് മുൻദു, രണ്ടാമത്തത് മുദു. ലാ യജറു മുൻദു വ മുദു മിനൽ അസ്മാഇൽ ളാഹിറ ഇല്ല ഇസ്മ സമാനിൻ. ആറാമത്തത് അകൽതു, ഞാൻ തിന്നു, സമകൻ, മത്സ്യത്തെ, അതായത് നിസ്ഫഹു, ആ മത്സ്യത്തിന്റെ പകുതിയാണ് ഞാൻ തിന്നത്. അയ്യു ബദലിൻ ഹാദ, ഇത് ഏത് ഇനം ബദലാണ്? ബദലു ബഅദിൻ മിൻ കുല്ലി, ബദല് 4 ഇനമാണ്. ഒന്നാമത്തത് ബദലു കുല്ലി മിൻ കുല്ലി, രണ്ടാമത്തത് ബദലു ബഅദിൻ മിൻ കുല്ലി, മൂന്നാമത്തത് ബദൽ ഇസ്തിമാല്, നാലാമത്തത് ബദൽ മുബായിന്. ഇവിടെ അകൽതു സമകൻ നിസ്വഹു, അകൽതു ഞാൻ തിന്നു, സമകൻ മത്സ്യത്തെ, നിസ്വഹു അതിന്റെ പകുതി എന്ന് പറയുമ്പോ അതെന്താണ്, അതിന്റെ പീസാണ്. അതുകൊണ്ട് ബദലു ബഅദ് മിൻകുലിക്കുള്ള ഉദാഹരണമാണത്. നാലാമത്തത് നുബയ്യിനു, നമുക്ക് വ്യക്തമാക്കാം. അൽഫാദു തൗക്കീദിൽ മഅനവി, മഅനവിയായ തൗക്കീദിന്റെ പദങ്ങൾ 7 പദങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. നഫ്സുഹു, ഐനുഹു, കുല്ലുഹു, കിലാഹുമ, കിൽതാഹുമ, ജമീഅഹും, ആമത്തുഹും, ഇവയാണ് 7 പദങ്ങൾ. രണ്ടാമത്തത് അല്ലഖബു, ലഖബ് എന്താണെന്ന് വ്യക്തമാക്കാനാണ്. അല്ലഖബു, ലഖബ് എന്നാൽ മാ അശ്അറ ബിമദ്ഹിൻ, പുകഴ്ത്തൽ കൊണ്ട് അറിയപ്പെട്ടത്. ക ശംസുൽ ഉലമ, ശംസുൽ ഉലമ എന്നതുപോലെ. ഔ ബിദമിൻ, അല്ലെങ്കിൽ ഇകഴ്ത്തൽ കൊണ്ട് അറിയപ്പെട്ടത്. ക അംഫിൻ നാഖ, ഒട്ടകത്തിന്റെ മൂക്ക് എന്നതുപോലെ. ഒന്നാമത്തത് അൽ മുഷ്തറകതു മിൻ അസ്മാഇൽ മൗസൂൽ, അസ്മാഉൽ മൗസൂലയിൽ നിന്നുള്ള മുഷ്തറക എന്താണെന്ന് വ്യക്തമാക്കാനാണ്.
അൽ മുഷ്തറക്കത്തു, മുഷ്തറക്ക എന്നാൽ തഷ്തരിക്കു ഫി മആനിൻ, അർത്ഥങ്ങളിൽ പങ്കാകുന്നതാണ്. അതായത് ഏതൊരു അർത്ഥങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. നാലാമത്തത് അൽ ഫി മിസാലി ആയിഷ ഹിയൽ മർഅ, ആയിഷ ഹിയൽ മർഅ എന്ന ഉദാഹരണത്തിലുള്ള അൽ എന്നത് വ്യക്തമാക്കാൻ, അതായത് ഇവിടെ അൽ എന്ന് കണ്ട അൽ മർഅ, ഈ അൽ എന്താണെന്ന് വ്യക്തമാക്കാനാണ്. നോക്കാം. ഐ അതായത് അൽ ജാമിഅതു ലിസിഫാത്തിൻ നിസാഇൽ മഹ്മൂദ, സ്ത്രീകൾക്കുണ്ടായിരിക്കേണ്ട എല്ലാ നല്ല വിശേഷണങ്ങളും ഒരുമിച്ച് കൂടിയ ആളാണ് ആര്? ആയിഷ എന്നത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഹിയൽ മർഅ, അവളാണ് പെണ്ണ്. അഞ്ചാമത്തത് ഇഅ്റാബു ഗൈറിൽ മുൻസരിഫ്, ഗൈറു മുൻസരിഫിന്റെ ഇഅ്റാബ് എന്താണ്? യുർഫഉ ബിളമ്മിൻ, ലമ്മ കൊണ്ട് റഫ്അ ചെയ്യപ്പെടും. വയുൻസബു വയുജറു ബിഫത്ഹത്തിൻ, ഫത്ഹ് കൊണ്ട് ജറും നസ്ബും ചെയ്യപ്പെടും. അഞ്ചാമത്തത് നഅതി ബിസലാസി ജുമലിൻ ഫിൽ അവ്വലി മിൻഹ അലമു ശഖ്സിൻ മൗസൂഫുൻ വഫിസ്സാനി തൗകീദുൻ ബികുല്ലുഹു വഫിസ്സാലിസി ഹാലുൻ. അതായത് 3 ജുംലകൾ കൊണ്ടുവരാനാണ്. അതിൽ രണ്ടാമത് പറയുന്നത് കുല്ലുഹു എന്ന തൗക്കീദ് കൊണ്ട് ഒരു ഉദാഹരണം കൊണ്ടുവരണം. അതുപോലെ തന്നെ ഹാലിനും ഒരു ഉദാഹരണം കൊണ്ടുവരണം. നോക്കാം. രണ്ടാമത്തെ ഉദാഹരണം ഗസലൽ ഉസ്താദു, ഉസ്താദ് കഴുകി. വജ്ഹഹു, ഉസ്താദിന്റെ മുഖം. കുല്ലഹു, അത് മുഴുവനും. മൂന്നാമത്തത് ഹാലിനുള്ള ഉദാഹരണമാണ്. ലാ തംഷി, നീ നടക്കരുത്. ഫിൽ അർളി, ഭൂമിയിൽ. മറഹൻ, അഹങ്കാരിയായ അവസ്ഥയിൽ. യുകമ്മിലു, നമുക്ക് പൂരിപ്പിക്കാം. പൂരിപ്പിക്കാൻ 2 ബൈത്തുകളാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടന്ന എല്ലാ പൊതുപരീക്ഷാ പേപ്പറുകളിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ബൈത്തുകൾ പൂരിപ്പിക്കുക അല്ലെങ്കിൽ ക്രമത്തിലാക്കുക എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ബൈത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ലിസാനിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് 11 ബൈത്തുകൾ മാത്രമാണ്. ആ 11 ബൈത്തുകളുടെയും ഒരു PDF ഫയൽ, അത് ടൈപ്പ് ചെയ്ത ഒരു PDF ഫയല് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിന്റെ ഒരു ലിങ്ക് കാണും. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ PDF തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആ 11 ബൈത്തുകളും കാണാതെ പഠിച്ചിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കാം. ഒന്നാമത്തത് യത്ബഉ ഫിൽ ഇഅ്റാബി ഡാഷ് വബദലുൻ. യത്ബഉ ഫിൽ ഇഅ്റാബിൽ അസ്മാഅൽ ഉവൽ നഅ്തും വതൗകീദും വഅത്ഫും വബദൽ. രണ്ടാമത്തത് യനൂബു മഫ്ഊലുൻ ബിഹി ഡാഷ് നാഇലിൻ. യനൂബു മഫ്ഊലുൻ ബിഹി അൻ ഫാഇലിൻ ഫീമാ ലഹു കാനീല ഖൈറു നാഇലിൻ. മൂന്നാമത്തത് വസ്മൻ അതാ ഡാഷ് സാഹിബ. എന്താണ്? വസ്മൻ അതാ വ കുന്യതൻ വ ലഖബ വഅഖിറൻ ദാ ഇൻ സിവാഹു സാഹിബ. നാലാമത്തത് ഔലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബഅത്തുൻ ഹും ഡാഷ് കുല്ലുഹും ഡാഷ് മിൻ ഖദീജ ഡാഷ് മിൻ മാരിയത്തുൽ ഖുബ്തിയ്യ. ഇത് പൂരിപ്പിക്കാനാണ്. നോക്കാം. ഔലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മക്കളാകുന്നത് സബഅത്തുൻ 7 എണ്ണമാണ്. സലാസത്തു ദുക്കൂരിൻ 3 ആണ്. വഅർബഉ ഇനാസിൻ 4 പെണ്ണ്. അവലും, ആ മക്കളിൽ ആദ്യത്തെ ആള് ഖാസിമുൻ, ഖാസിം എന്നവരാണ്. സുമ്മ സൈനബ്, പിന്നെ സൈനബ് എന്നവരാണ്. സുമ്മ റുഖയ്യ, പിന്നെ റുഖയ്യ എന്നവരാണ്. സുമ്മ ഫാത്തിമ, പിന്നെ ഫാത്തിമ എന്നവരാണ്. സുമ്മ ഉമ്മു കുൽസും, പിന്നെ ഉമ്മു കുൽസും എന്നവരാണ്. സുമ്മ അബ്ദുള്ള, പിന്നെ അബ്ദുള്ള എന്നവരാണ്. വകുല്ലുഹും, ഈ മക്കളൊക്കെ അവരെല്ലാവരും വുലിദു, ജനിക്കപ്പെട്ടു. ബി മക്ക, മക്കയിൽ. മിൻ ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ നിന്ന്. അതായത് ഇവരുടെ ഈ മക്കളുടെ ഉമ്മാരാണ്, ഖദീജ ബീവിയാണ്. സുമ്മ ഇബ്രാഹിമു, പിന്നെ ഇബ്രാഹിം എന്ന മകനും ജനിക്കപ്പെട്ടു. ബിൽ മദീന, മദീനയിൽ. മിൻ മാരിയത്തുൽ ഖിബ്തിയ്യ, മാരിയത്തുൽ ഖിബ്തിയ്യയിൽ നിന്ന്. അതായത് ഇബ്രാഹിം എന്ന മകന്റെ ഉമ്മ മാരിയത്തുൽ ഖിബ്തിയ്യാണ്. ഇനി 2022 നടന്ന പൊതുപരീക്ഷയുടെ പേപ്പർ നോക്കാം. നൂസിലു ബിമാ യുനാസിബ്, യോജിച്ച ഒന്നുകൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. ഖുത്തില, മുതഅദ്ദിൻ, നകിറത്തുൻ, മിനൽ അസ്മാഇ സിത്ത, ലാസിമുൻ, അർബഅത്തുൻ, മഅരിഫത്തുൻ, 19, ളമീറുൻ മൻസൂബുൻ, മിനൽ അംസിലത്തിൽ ഖംസ, കറുമ, മജ്ഹൂലുൻ,
അൽ-ഇഅ്റാബു അർസല സുബൈറുൻ. ഇതിലുള്ള പല ചോദ്യങ്ങളും നമ്മൾ ആദ്യം ചർച്ച ചെയ്ത അതേ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളും പലതും ഇതിൽ വന്നിട്ടുണ്ട്. നോക്കാം. കറുമ എന്നത് ലാസിമാണ്. ലാസിമിനെ കുറിച്ച് നമ്മൾ അവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് മജ്ഹൂല് ഖുത്തില എന്ന ഫിഇലാണ്. മൂന്നാമത്തത് അൽ-ഇഅ്റാബു അർബഅത്തുൻ. ഏതൊക്കെ? റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ്. നാലാമത്തത് അർസല, അത് മുതഅദ്ദിയായ ഫിഇലാണ്. സുബൈറുൻ എന്നത് മഅരിഫയാണ്. ഈ 5 ചോദ്യങ്ങളും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അതേ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ആറാമത്തത് റജുലുൻ, നിക്റയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നിർണയിക്കപ്പെടാത്തതാണല്ലോ നിക്റ. റജുല് എന്നത് അത് ഏത് റജുലിനെയും അതുകൊണ്ട് ഉദ്ദേശിക്കാം, നിർണയിക്കപ്പെട്ടിട്ടില്ല. ഏഴാമത്തത് ഹുറൂഫുൽ ജർറ്, ജറിന്റെ ഹർഫുകൾ. ഹുറൂഫുൽ ജറി 19, ജറിന് 19 ഹർഫുകൾ ഉണ്ട്. ആ 19 ഹർഫും അതിന്റെ ഉദാഹരണങ്ങളും നമ്മൾ എക്സാം പോയിന്റ്സിലൂടെ പഠിക്കും. എട്ടാമത് ഇയാഹു ലൊമീറുൻ മൻസൂബുൻ. മൻസൂബായ ലൊമീറുകൾ 14 ഉണ്ട്. അതിൽ ഒന്നാണ് ഇയാഹു എന്നുള്ളത്. ആ 14 നമ്മൾ എക്സാം പോയിന്റ്സിലൂടെ പഠിക്കും. ഒമ്പതാമത് തഫ്അലാനി, അത് മിൻ അംസിലത്തുൽ ഹംസ, അംസിലത്തുൽ ഹംസയിൽ പെട്ടതാണ്. ഇത് 5 ഇതിൽ ഒന്നാണ് തഫ്അലാനി എന്നത്. ഫൂക മിനൽ അസ്മാഇ സിത്ത, അസ്മാഉ സിത്തയിൽ പെട്ടതാണ്. അസ്മാഉ സിത്ത 6 അതിൽ ഒന്നാണ് ഫൂക എന്നത്. രണ്ടാമത്തത് റത്തിബിൽ കലിമാത്തി, കലിമത്തുകളെ ക്രമത്തിലാക്കാനാണ്. ഒരു ബൈത്താണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ പുസ്തകത്തിൽ ആകെയുള്ളത് 11 ബൈത്തുകളാണ്. 11 ബൈത്തുകളും അടങ്ങുന്ന ഒരു PDF ഡിസ്ക്രിപ്ഷനിലെ ഒരു ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ കയറി, ആ ഗ്രൂപ്പിൽ കയറിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നോക്കാം ഏതാണ് ഈ ബൈത്ത് എന്നുള്ളത്. അൽ ഹർഫു തഅരീഫിൻ അവില്ലാമു ഫഖത്ത് ഫനാമത്തുൻ അർറഫ്തഖുൽ ഫീഹി അന്നമത്. രണ്ടാമത്തത് ബിൽ ഗൈബി യുൻഫിഖൂന വഹും യുഅ്മിനൂന റസഖഹുമുല്ലാഹു മിമ്മ ഹുമുല്ലദീന. ഇതിനെ ക്രമത്തിലാക്കാനാണ്. ഈ വന്ന സെന്റൻസ് വന്നിട്ടുള്ളത് നമ്മുടെ പുസ്തകത്തിലുള്ള സ്റ്റാർട്ടിങ് ഉണ്ടാവുമല്ലോ, ഉദാഹരണങ്ങൾ പറയുന്നത്, അവിടെ നിന്നാണ്. അവിടുന്ന് വരുന്ന ചോദ്യങ്ങൾ ഒന്നല്ലെങ്കിൽ ക്രമത്തിലാക്കാന്, അതല്ലെങ്കിൽ അർത്ഥങ്ങൾ എഴുതാന്. അറബി മലയാളം തരും, അതിന്റെ അറബി എഴുതാ, അല്ലെങ്കിൽ അറബി തന്നിട്ട് അതിന്റെ അർത്ഥം എഴുതാ. അതുമല്ലെങ്കിൽ ചില ചോദ്യ പേപ്പറുകളിൽ കണ്ടത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവൂലെ, അതായത് ബ്രാക്കറ്റ് നിർത്ത് എഴുതാനുള്ളത്, ശരിയിടാനുള്ളത്, അതിലും ഇവിടെ നിന്നുള്ള ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ആ ഉദാഹരണങ്ങളിൽ ചുവന്ന നിറത്തിൽ കൊടുത്ത പദങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തില് ഇപ്പോ നിക്റ മഅരിഫയുടെ പാടാണെങ്കിൽ റജുല്, അതുപോലെ ഖാലിദ്, ഇതൊക്കെ ചുവന്ന നിറത്തിലാണല്ലോ. അതായത് ആ പാഠത്തിൽ എന്താണ്, ഇതിനെ കുറിച്ചാണ് പറയുന്നത്, അതിന്റെ ഉദാഹരണം ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് എക്സാം പോയിന്റ്സിലൂടെ കൃത്യമായി നമ്മൾ അത് പഠിക്കും. ഇപ്പോ ഇതിന്റെ ഉദാഹരണം, ഇതിന്റെ ഉത്തരം നോക്കാം. ഹുമുല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വഹും യുൻഫിഖൂന മിമ്മാ റസഖഹുമുല്ലാഹ്. നുഹരിഖു, നമുക്ക് ഹർക്കത്തിട്ട് കൊടുക്കാം. ഈ ചോദ്യങ്ങളും വന്നിരിക്കുന്നത് നമ്മുടെ പുസ്തകത്തിലെ ഓരോ പാഠത്തിന്റെയും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഉദാഹരണങ്ങളിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. ഒന്നാമത്തത് യാ അഖി ഇജ്തനിബി സബ്അൽ മൂബിഖാത്തി. യാ അഖി, എന്റെ സഹോദര, ഇജ്തനിബ്, നീ ഒഴിവാക്കണം, അസ്സബ്അൽ മൂബിഖാത്തി, 7 വൻ പാപങ്ങളെ നീ വെടിയണം. രണ്ടാമത്തത് കുൻ നളീഫൻ, നീ വൃത്തിയുള്ളവനാകണം. മൻ, ഒരാള്, നളുഫ സൗബുഹു, അവന്റെ വസ്ത്രം വൃത്തിയായി, സാല ഹമ്മുഹു, അവന്റെ ടെൻഷൻ നീങ്ങി. മൂന്നാമത്തത് ഗൈലൽ മാഉ ഫിൽ ബിഇരി, കിണറ്റിൽ വെള്ളം വറ്റപ്പെട്ടു. നാലാമത്തത് യാ അഖി, എന്റെ സഹോദര, ഇദാ റഅയ്ത, നീ കണ്ടാൽ, മജ്ലിസൽ ഇൽമി, ഇൽമിന്റെ സദസ്, ഫഖ്ഉദ് ഫീ ദാലിക്കൽ മജ്ലിസി, നീ ആ മജ്ലിസിൽ ഇരുന്നോ, വദാലിക ഖൈറുൽ ലക, അതാണ് നിനക്ക് ഉത്തമം, നല്ലത്. നുജീബു, നമുക്ക് ഉത്തരം എഴുതാം. നുജീബു, അതായത് ഈ ചോദ്യങ്ങൾ, അതായത് നുജീബു അജീബ് എന്ന ചോദ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ പുസ്തകത്തിലെ തെദിരിബാത്തിൽ ഉണ്ടാവും. ഓരോ പാഠങ്ങൾക്ക് ശേഷം അജീബ്, എല്ലാ പാഠത്തിലും ഇല്ല, പക്ഷെ ഉള്ള പാഠങ്ങളിൽ ആ പാഠങ്ങളിലുള്ള അതേ ചോദ്യങ്ങൾ തന്നെയാണ്. അവിടെ എന്ത് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, അതേ ചോദ്യങ്ങൾ തന്നെയാണ് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്നത്.
അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും തെദിരീബാത്തുകളിൽ നിന്നാണ്. അതുകൊണ്ട് തെദിരീബാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഏതായാലും ഈ ക്വസ്റ്റ്യനുകൾ നോക്കാം. അൽ അസ്മാഉ സിത്ത മാഹിയ, അസ്മാഉ സിത്തകൾ ഏതൊക്കെയാണ്? അബൂക, അഹൂക, ഹനൂക, ഹമൂക്കി, ഫൂക, ദൂമാലിൻ. ഈ 6 അസ്മാഉ സിത്ത. രണ്ടാമത്തത് അൽ ഇഅറാബു കംഹിയ വമാഹിയ, ഇഅറാബുകൾ എത്ര എണ്ണമാണ്, ഏതൊക്കെയാണ്? അൽ ഇഅറാബു അർബഅത്തുൻ, ഇഅറാബുകൾ 4 നസ്ബ്, ജർറ്, റഫ്അ്, ജസ്മ്, ഇവ 4 ഇഅറാബുകൾ. മൂന്നാമത്തെ ചോദ്യം അത്തവാബിഉ കംഹിയ വമാഹിയ, തവാബിഉ എത്ര, ഏതെല്ലാം? അത്തവാബിഉ ഹംസത്തുൻ, തവാബിഉ 5 ഏതൊക്കെയാണ് 5? 1 നഅത്ത്, 2 തൗക്കീദ്, 3 ബദല്, 4 അത്ഫ് ബയാന്, 5 അൽ അത്ഫു ബിൽ ഹുറൂഫ്. ഇവയാണ് തവാബിഉ. നാലാമത്തത് കൈഫ യുജ്അലുൽ മാളി മജ്ഹൂലൻ, മാളിയായ ഫിഇലിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കപ്പെടുന്നത് നോക്കാം. യുജ്അലുൽ ഫിഇലുൽ മാളി, മാളിയായ ഫിഇലിനെ ആക്കപ്പെടും മജ്ഹൂലൻ, മജ്ഹൂലാക്കപ്പെടും. എങ്ങനെ? ബിളമ്മി അവ്വലിഹി, ആ ഫിഇലിന്റെ ആദ്യത്തിൽ ലൊമ്മ് കൊടുക്കുക. വകസ്രി മാ ഖബ്ലൽ ആഖിരി, അവസാനത്തതിന് മുമ്പുള്ളതിന് കസറും കൊടുക്കുക. കഫുഇല, ഫുഇല എന്നതുപോലെ, വഫുഇല, ഫുഇല എന്നതുപോലെ. ഇവിടെ ഫഅല എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ് കൊടുക്കണമല്ലോ. അപ്പൊ ഫഇന് എന്ത് ചെയ്തു? ലൊമ്മ് കൊടുത്തു, ഫു എന്നായി. അവസാനത്തതിന് മുമ്പുള്ളത്, അവസാനം ഏതാ? ലാമാണല്ലോ. അതിന് മുമ്പുള്ളത് ഏതാ? ഇവിടെ ഐനാണല്ലോ. അതിനെന്ത് ചെയ്യാ? കസറും കൊടുക്കുക. ആദ്യം ഉണ്ടായിരുന്നത് ഫഅല എന്ന് പറയുമ്പോൾ അവിടെ ഫത്ഹായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? കസർ കൊടുത്താൽ ഫുഇല എന്നാകും. അതുപോലെ തന്നെ അടുത്ത ഉദാഹരണം ഫുഇല, ഫുഇല എന്നത് ഫഅല എന്നായിരുന്നു. അപ്പോ ലൊമ്മ് കൊടുത്താൽ ലൊമ്മിനെ നീട്ടേണ്ടത് ആരാ? വാവായിരിക്കുമല്ലോ. അപ്പൊ ഫു എന്നാവും. അവസാനത്തെ ലാമാണ്, അതിന് മുമ്പുള്ളത് ഐനാണ്. അവസാനത്തിന് മുമ്പുള്ളതിന് എന്ത് ചെയ്യണം? കസർ ചെയ്യണല്ലോ. അപ്പൊ ഫുഇല എന്നാകും. അടുത്ത ചോദ്യം കൈഫ യുജ്അലുൽ ഫിഇൽ സുലാസിയു മുതഅദ്ദിയൻ, സുലാസിയായ ഫിഇലിനെ മുതഅദ്ദിയാക്കപ്പെടുന്നത് എങ്ങനെ? 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ലാസിമായ ഫിഇലിനെ എന്ത് ചെയ്യാം? മുതഅദ്ദിയാക്കാൻ സാധിക്കും. നോക്കാം. വഇദാ വഖഫ്ത ഐനൽ ഫിഇൽ സുലാസി, സുലാസിയായ ഫിഇലിന്റെ ഐൻ ഫിഇൽ ഇരട്ടിപ്പിക്കുക. ഉദാഹരണം ഫരിഹ എന്നത് എന്താക്കുക? ഫറഹ എന്നാക്കിയാൽ അത് മുതഅദ്ദിയാകും. ഔ അദ്ഖൽത അലൈഹിൽ ഹംസ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഹംസയെ പ്രവേശിക്കുക. ഉദാഹരണം ജലസ എന്നതിന് എന്ത് ചെയ്തു? ഹംസയെ പ്രവേശിപ്പിച്ചു. അജ്ലസ എന്നാക്കിയാൽ അത് മുതഅദ്ദിയാകും. വഇദാ ജിഅത ബിഹർഫിൽ ജരി, അല്ലെങ്കിൽ ജറിന്റെ ഹർഫിനെ നീ കൊണ്ടുവന്നാൽ എന്താവും? യകൂനു കുല്ലു ഫിഇൽ മുതഅദ്ദിയ, എല്ലാ ഫിഇലുകളും മുതഅദ്ദിയാകും. നസ്നഉ മിസാലൻ ലികുല്ലി വാഹിദിൻ മിമ്മാ യഅതി മിൻ ഹുറൂഫിൽ ജരി, അതായത് താഴെ 5 ജറിന്റെ ഹർഫുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ കൊടുക്കാനാണ്. ജറിന് 19 ഹർഫുകൾ ഉണ്ട്. 19 ഹർഫുകളുടെയും ഉദാഹരണങ്ങളും നമ്മൾ എക്സാം പോയിന്റ്സിലൂടെ പഠിക്കും. ഇവിടെ ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, 5 ഉദാഹരണങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാം. അനിൽ ലഗവി മുഅരിളൂൻ, ചീത്ത കാര്യങ്ങളെ തൊട്ട് അവരെന്ത് ചെയ്യും? പിന്തിരിഞ്ഞു കളയും. അല അൽ കിതാബു അല ത്വാവിലത്തി, പുസ്തകം മേശക്ക് മുകളിലാണ്. മുദ് മാ റഅയ്തുഹു, ഞാൻ അവനെ കണ്ടിട്ടില്ല. മുദ് യൗമിൽ ജുംഅ, വെള്ളിയാഴ്ച ദിവസം മുതൽ. അൽ ബാഉ ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട്. വല്ലാമു അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ആറാമത്തത് നുഅരിബു, അറബിയിൽ എഴുതാനാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ 53 കൊല്ലം താമസിച്ചു. ഇത് അറബിയിൽ എഴുതാനാണ്. മക്കസ, താമസിച്ചു. ആരെ? അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങള്. ഫി മക്ക, മക്കയിൽ. 53 സന, 53 വർഷം. രണ്ടാമത്തെ ചോദ്യം സ്നേഹിത, നീ ഇൽമിന്റെ സദസ്സ് കണ്ടാൽ ആ മജ്ലിസിൽ നീ ഇരിക്കുക, അത് നിനക്ക് ഖൈറാണ്. 1-ാമത്തെ പാഠത്തിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്.
യാ അഖി സ്നേഹിത, ഇദാ റഅയ്ത നീ കണ്ടാൽ മജ്ലിസൽ ഇൽമി ഇൽമിന്റെ സദസ്സ് ഫഖഉദ് നീ ഇരുന്നോ ഫി ദാലിക്കൽ മജ്ലിസി ആ മജ്ലിസിൽ ആ സദസ്സിൽ വദാലിക ഖൈറുൽ ലക അതാണ് നിനക്ക് ഖൈർ. ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ പുസ്തകത്തിൽ സ്റ്റാർട്ടിങ് ഉണ്ടാവുമല്ലോ ഉദാഹരണങ്ങൾ പറയുന്നത്, അവിടെ നിന്നാണ് ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പാഠത്തിലെയും 16 പാഠത്തിന്റെയും അവിടെയുള്ള ആ ഉദാഹരണങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമ്മളൊരു എക്സാം പോയിന്റ് നിർമ്മിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അത് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു എക്സാം പോയിന്റ്സിലൂടെ ഇതെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് 2023 നടന്ന പൊതുപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത്തത് നൂസിലു ബിമ യുനാസിബ് യോജിച്ച ഒന്നുകൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. ഇയ്യായ, കബീറത്തുൻ ജിദ്ദൻ, സിത്തത്തുൻ, ഈസ അലൈഹിസ്സലാം, ഉലായിക, ഊല. ഇതില് ശരി ഉത്തരങ്ങൾ താഴെ എഴുതി കൊടുക്കാനാണ്. അഹ്ജാറുൽ കഅബ കഅബയുടെ കല്ലുകൾ, കബീറത്തുൻ ജിദ്ദൻ വളരെ വലുതാണ്. രണ്ടാമത്തത് ഖുലിഖ സൃഷ്ടിക്കപ്പെട്ടു, ബിലാ വാസിത്വത്തി അബിൻ പിതാവെന്ന മാധ്യമം കൂടാതെ സൃഷ്ടിക്കപ്പെട്ടു. ആരെ? ഈസ അലൈഹിസ്സലാം. ലോകത്ത് പിതാവില്ലാതെ ജനിച്ചത് രണ്ടാളുകളാണ്, ഒന്ന് ആദം നബിയാണ്, ഒന്ന് ഈസാ നബിയാണ്. മൂന്നാമത്തത് ലിൽ ഇഷാറത്തി ഇലൽ ഖരീബ് അടുത്തുള്ളതിലേക്കുള്ള ഇഷാറത്തിന് വേണ്ടി, അടുത്തുള്ളതിലേക്കുള്ള ഇഷാറത്ത്, അതായത് അടുത്തുള്ളതിലേക്ക് ഇഷാറത്ത് ചെയ്യാൻ വേണ്ടിയുള്ളത് ഏതാണ്? ഊല എന്നുള്ളതാണ്. നാലാമത്തത് ലിൽ ഇഷാറത്തി ഇലൽ ബഈദ് വിദൂരത്തിലേക്കുള്ള ഇഷാറത്ത്, അതിന്റെ പദമാണ് ഉലായിക എന്നത്. അഞ്ചാമത്തത് മിനൽ ളമാഇറിൽ മുൻഫസിലിൽ മൻസൂബ് മുൻഫസിലായ മൻസൂബായ ലമീറുകളിൽപ്പെട്ടതാണ് ഇയ്യായ എന്നത്. 14 ഉണ്ട്, അതിൽ ഒന്നാണ് ഇയ്യായ എന്നത്. അഖ്സാമുൽ മആരിഫ് മഅരിഫയുടെ ഇനങ്ങൾ സിത്തത്തുൻ 6 നുമയ്യിദു സ്വഹീഹ ബിഹാദിഹി ഇവിടെയുള്ളതിൽ ശരിയായതിനെ തെരഞ്ഞെടുക്കാനാണ്, വേർതിരിക്കാനാണ്. ഒന്നാമത്തത് ഹുറൂഫുൽ ജർരി ജറിന്റെ ഹർഫുകൾ എത്ര എണ്ണമാണ്? 18, 17, 19. ഏതാണ് ശരിയായ ഉത്തരം? 19 ജറിന് 19 ഹർഫുകളുണ്ട്. ഒരു പരീക്ഷയിൽ ചോദിച്ചത് ജറിന് എത്ര ഹർഫുകളുണ്ട് എന്നായിരുന്നു. ഇവിടെയോ? ഇവിടെ നമുക്ക് ടിക്ക് ഇടാനാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ചോദ്യവും ഉത്തരവും ഒരുപോലെ തന്നെ പഠിക്കുക. വേറെ രീതിയിലായിരിക്കും ഒരു പക്ഷേ പരീക്ഷകളിൽ ചോദ്യങ്ങൾ വരുന്നത്. രണ്ടാമത്തത് മാ ശാഅ ഫി ജിൻസിൻ ഒരു വർഗത്തിൽ വ്യാപകമായത്, അതുകൊണ്ട് അത് നിർണയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നെക്രയാണോ മാരിഫയാണോ മൗസൂലാണോ? മൗസൂൽ ഏതായാലും അല്ല. ഇനി നെക്രയാണോ മാരിഫയാണോ? ഒരു വർഗത്തിൽ വ്യാപകമായത് ആർക്കും ഉപയോഗിക്കാം. റജുൽ ചെയ്തതുപോലെ അത് നെക്രയാണ്, അല്ല നെക്രയാണ് ശരി. ഇനി മാരിഫ എന്താ? മാരിഫ എന്നാൽ മാ വുദിഅ ലിമഅഖൂദിൻ മുഅയ്യനി അറിയപ്പെട്ട നിർണയിക്കപ്പെട്ട ഒന്നിനു വേണ്ടി വെക്കപ്പെട്ടതാണ് മാരിഫ. ഓക്കെ. മൂന്നാമത്തത് തജറു ഇസ്മ സമാനിൻ ഫഖത്ത് ഇസ്മ സമാനി മാത്രം ജറു ചെയ്യും. ഏതാണ്? മുദ് എന്നതാണ്. നാലാമത്തത് ഹാലു ഹാലിന്റെ ഇറാബ് എന്താണ്? റഫ് ആണോ ജറാണോ നസ്ബാണോ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റഫ് എന്ന് പറഞ്ഞാല് ഫിഇലുകളാണെങ്കിൽ ജസ്മിന്റെയോ നസ്ബിന്റെയോ ഹർഫുകൾ വന്നില്ലെങ്കിൽ അത് റഫായിരിക്കും. ഇസ്മുകളാണെങ്കിലോ മുബ്തദയാണെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ അത് റഫായിരിക്കും. ഇനി ജറ് വരുന്നത് ജറിന്റെ ഹർഫുകൾ 19 ഉണ്ട്. ആ 19 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന് ശേഷം വരുന്ന ഇസ്മിന് എന്തായിരിക്കും? ജറായിരിക്കും. പിന്നെ മുളാഫ് ഇലൈഹിക്കും ജറായിരിക്കും. പിന്നെ വേറെ രീതിയിൽ ജറ് വരുന്നുണ്ട്, പക്ഷെ നമ്മള് പാഠത്തിലൂടെ അത് ചർച്ച ചെയ്യാത്തത് കൊണ്ട് അതിനെ കുറിച്ച് പറയുന്നില്ല. മൻസൂബുൻ ഇവിടെ ഹാലിന്റെ ഇറാബ് എന്താണ്? നസ്ബാൻ. മൻസൂബൻ എന്നതാണ് ശരി. അഞ്ചാമത്തത് മിൻ അൽഫാദി തൗക്കീദിൽ മഅനവി മഅനവിയായ തൗക്കീദിന്റെ ലഫ്ലുകളിൽ പെട്ടതാണ്. 7 പദങ്ങളുണ്ട്. തൗക്കീദ് മഅനവിക്ക് 7 പദങ്ങളുണ്ട്. അതിലേതാണ്? ഐനുഹു എന്നതാണ് അതിൽ ശരിയായ ഉത്തരം. മൂന്നാമത്തത് നുബയ്യിനു നമുക്ക് വ്യക്തമാക്കാം. ലോബിത്തുൽ ബദലിൽ മുബായിൻ ബദലിന്റെ ഇനങ്ങളിൽ 4-മത്തതാണ്. അതെന്താണെന്ന് വ്യക്തമാക്കാനാണ്. അയ്യകൂന ബൈനൽ ബദലി വൽ മുബദലി മിൻഹു ബദലിന്റെയും
മുബദലു മിൻഹുവിന്റെയും ഇടയിൽ ഉണ്ടാകലാണ് മുഖാലഫത്തുൻ ഒരു എതിര്. വൽ ഔലാ ഫീഹി അവിടെ ഏറ്റവും നല്ലത് ജഅലു ബൽ ബൈനഹുമാ ബദലിന്റെയും മുബദലു മിൻഹുവിന്റെയും ഇടയിൽ ബൽ എന്ന് ചേർത്ത് കൊടുത്താൽ നന്നാവും. രണ്ടാമത്തത് നഅതാനി രണ്ട് ഇന നഅത്തുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കാനാണ്. ഒന്നാമത്തത് നഅത്തുൻ അതൊരു നഅത്താണ് ദാലുൻ അല മഅനൻ ഒരു അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്നു ഫിൽ മത്ബൂഇ മത്ബൂഇലുള്ള അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന നഅത്താണ്. ഉദാഹരണം നഹ്വു ഉദാഹരണം റഅയ്തു ഞാൻ കണ്ടു റജുലൻ ഒരാളെ കരീമൻ മാന്യനായ ഒരാളെ ഞാൻ കണ്ടു. ഇവിടെ കരീം എന്നുള്ളതാണെന്ത് നഅത്ത്, റജുൽ എന്നുള്ളതോ മത്ബൂഅ്. അപ്പൊ ഈ മത്ബൂഇലുള്ള അർത്ഥത്തെ ആണ് അറിയിക്കുന്നത് കരീം എന്നുള്ളത്. അതായത് ഈ കരീം എന്നുള്ളത് ആരാണ്? ഈ റജുൽ തന്നെയാണ്. ഈ മത്ബൂഇലുള്ള ആള് തന്നെയാണ് എന്ത് കരീം എന്നുള്ളത്, അയാളെ വിശേഷണം തന്നെയാണ്. രണ്ടാമത്തെ നഅത്ത് നഅത്തുൻ അതൊരു നഅത്താണ് ദാലുൻ ആ നഅത്ത് ദാലുൻ അല മഅനൻ ഒരർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്നു ഫീ മുതഅല്ലിഖിഹി അതായത് ആ നഅത്തിന്റെ ബന്ധത്തിലുള്ള അർത്ഥത്തിലാണ് അറിയിക്കുന്നത്. നഹ്വു ഉദാഹരണം റഅയ്തു ഞാൻ കണ്ടു റജുലൻ ഒരാളെ കരീമൻ അബൂഹു അവന്റെ പിതാവ് മാന്യനാണ്. ഇതെന്താണ്? റജുലൻ കരീമൻ റജുലൻ എന്നുള്ളതാണ് മത്ബൂഅ്. പക്ഷെ ഇവിടത്തെ നഅത്ത് എന്തിനെ കുറിച്ചാണ്? ഇയാളെ കുറിച്ചല്ല, ഇദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ചാണ്. ഇവിടെ കരീം എന്നുള്ളത് എന്താണ്? അദ്ദേഹത്തിന്റെ പിതാവാണ്. പക്ഷെ ആദ്യം പറഞ്ഞ കരീമോ അദ്ദേഹം തന്നെയാണ്. ആദ്യം പറഞ്ഞത് മത്ബൂഇലുള്ള അതായത് മത്ബൂ പറഞ്ഞ റജുലിലുള്ള വിശേഷണമാണ് കരീമൻ, റജുൽ തന്നെയാണ് കരീം. എന്നാൽ രണ്ടാമത് പറഞ്ഞ കരീം ഈ റജുൽ അല്ല, ഇവിടെ കരീം അദ്ദേഹത്തിന്റെ പിതാവാണ്. അതായത് റജുല് എന്നത് മത്ബൂ ആണ്. ആ മത്ബൂഇന്റെ ബന്ധത്തിലുള്ള അർത്ഥം അതായത് പിതാവാണ് അവിടെ എന്ത് കരീമായത്. മൂന്നാമത്തത് മായുഷാറു ഇലൽ മക്കാനിൽ ബഈദ് വിദൂരത്തുള്ള സ്ഥലത്തേക്ക് ഇഷാറത്താക്കുന്നത്. ഇലൽ ബഈദ് വിദൂരത്തുള്ളതിലേക്ക് എന്തുകൊണ്ടൊക്കെ ഇഷാറത്താക്കാം? ഹുനാക്ക എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഹാ ഹുനാക്ക, അല്ലെങ്കിൽ സമ്മ, അല്ലെങ്കിൽ ഹുനാലിക്ക, അല്ലെങ്കിൽ ഹന്ന, അല്ലെങ്കിൽ ഹിന്ന, ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യാം? വിദൂരമായ സ്ഥലത്തേക്ക് ഇഷാറത്ത് ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യന് അർറജുലു ഖൈറും മിനൽ മർഅ മാ മഅനാഹു പുരുഷൻ എന്നത് സ്ത്രീയേക്കാൾ ഉത്തമമാണ്, എന്താണ് അതിന്റെ അർത്ഥം? അതായത് ജിൻസു റജുൽ പുരുഷൻ എന്ന വർഗം ഖൈറുൻ ഉത്തമമാണ് മിൻ ജിൻസിൽ മർഅ സ്ത്രീ എന്ന വർഗത്തെക്കാൾ. ഇവിടെ വർഗാണ് പരിഗണിക്കുന്നത്, ഓരോ ആളുകളല്ല. സ്ത്രീകളിലും പുരുഷന്മാരിലും നല്ല ആളുകളും ചീത്ത ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ വർഗത്തെ പരിഗണിക്കുമ്പോ സ്ത്രീ വർഗത്തെക്കാൾ നല്ലത് പുരുഷവർഗമാണ് എന്നതാണ്. ആറാമത്തത് അൽ അഫ്ആലുല്ലതി തതഅദ്ദ ഇലാ സലാസതി മഫാഇല ഫഇലുകൾ എങ്ങനത്തെ ഫെയിലുകളാണ്? 3 മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്ന ഫെയിലുകൾ ഏതൊക്കെയാണ്? അറ, അഅലമ, അംബഅ, നബ്ബഅ, അഖ്ബറ, ഖബ്ബറ ഇവയുടെയൊക്കെ ഉദാഹരണങ്ങളും നമ്മൾ എക്സാം പോയിന്റ്സിലൂടെ ചർച്ച ചെയ്യും. നുജീബു നമുക്ക് ഉത്തരം എഴുതാം. ലഫ്ളാനി മിൻ അസ്മാഇൽ ഇഷാറത്തി യുഅറബാനി കൽ മുസന്ന മാഹുമ ഇസ്മു ഇഷാറയിൽപ്പെട്ട 2 ലഫ്ളുകൾ മുസന്നയെ പോലെ ഇഅ്റാബ് ചെയ്യും. ഏതൊക്കെയാണ് 2 ലഫ്ളുകൾ? ദാനി താനി. ദാനി താനി എന്നതാണ് ആ 2 ലഫ്ളുകൾ. യുഅറബാനി കൽ മുസന്ന അവർ എന്ത് ചെയ്യും? മുസന്നയെ പോലെ ഇഅ്റാബ് ചെയ്യും. രണ്ടാമത്തത് യുഷാറു ബി തീക ഇലാമ തീക എന്നതുകൊണ്ട് ഏതിലേക്കാണ് ഇഷാറത്ത് ചെയ്യപ്പെടുന്നത്? യുഷാറു ഇലാ മക്കാനിൻ ബഈദിൻ വിദൂര സ്ഥലത്തേക്കാണ് തീക എന്നതുകൊണ്ട് ഇഷാറത്ത് ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തത് അൽ കുനിയത്തു മാഹിയ എന്താണ് കുനിയത്ത്? ഉത്തരം മാ സുദ്ദിറ ബി അബിൻ ഔ ബി ഉമ്മിൻ അബ് അല്ലെങ്കിൽ ഉമ്മ എന്നത് തുടക്കത്തിൽ വന്ന പേരുകളാണെന്ത് കുനിയത്ത്. നാലാമത്തത് മാ മഅന വഹ്ദക ഇജ്തഹിദ് വഹ്ദക ഇജ്തഹിദ് എന്നതിന്റെ അർത്ഥം എന്താണ്? ഇജ്തഹിദ് മുൻഫരിദൻ. അഞ്ചാമത്തത് യുളാഫു അൽഫാദു തൗകീദ് ഇലാമ തൗകീദിന്റെ പദങ്ങൾ ഇളാഫ് ചെയ്യപ്പെടും ഏതിലേക്ക്? യുളാഫു ലഫ്ളു തൗകീദി
തൗക്കീദിന്റെ ലഫ്ള് ഇളാഫത്ത് ചെയ്യപ്പെടും ഇലാ ളമീരിൻ ളമീറിലേക്ക് മുതാബിഖൻ ലിൽ മത്ബൂഇ മത്ബൂഇനോട് യോജിക്കുന്ന ളമീറിലേക്ക് ഫി തദ്കീരി മുദക്കറിലും വത്തഅനീസി മുഅന്നസിലും വഫിൽ ഇഫ്രാദി മുഫ്രദിലും വത്തസ്നിയതി മുസന്നയിലും വൽ ജംഇ ജംഇലും. അഞ്ചാമത്തത് നുകമ്മിലു നമുക്ക് പൂർത്തിയാക്കാം. 3 ബൈത്തുകളാണ് കൊടുത്തിട്ടുള്ളത്. ബൈത്തുകൾ എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യമാണ്, പൂരിപ്പിക്കുക അല്ലെങ്കിൽ ക്രമത്തിലാക്കുക എന്നുള്ളത്. ആകെ 11 ബൈത്തുകളാണ് പുസ്തകത്തിലുള്ളത്. ആ 11 ബൈത്തുകൾ നമ്മൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തത് നഅതാനി തൗകീദാനി കുല്ലു ബാദലിൻ അത്ഫാനി ഫിൽ ഇഅറാബി മിസ്ലുൽ അവ്വലി. രണ്ടാമത്തത് അൽഹാലു വസ്ഫുൻ ഫളിലത്തുൻ ഖദ് ഉഇരിബത് ഹൈഅത മാ ജാഅത് ലഹു ഫനുസിബത്. രണ്ടാമത്തത്. മൂന്നാമത്തത് വഗൈറുഹു മഅരിഫത്തുൻ കഹുവദി വഹിന്ദ വബിനി വൽ ഗുലാമി വല്ലദി. നുഅരിബു നമുക്ക് അറബിയിലാക്കാം. എന്റെ കൂട്ടുകാരെല്ലാവരും മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കും. ശുറകാഇ എന്റെ കൂട്ടുകാർ, കുല്ലുഹും അവരെല്ലാവരും, യുഅ്മിനൂന വിശ്വസിക്കും, ബിൽ ഗൈബി മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട്. രണ്ടാമത്തത് ഞങ്ങളുടെ മദ്രസ വളരെ വിശാലമായതാണ്. മദ്രസതുന ഞങ്ങളുടെ മദ്രസയാകുന്നത് വാസിഅത്തുൻ വിശാലമായതാണ്, ജിദ്ദൻ വളരെ. മൂന്നാമത്തത് ഞാൻ എല്ലാ നിസ്കാരവും പള്ളിയിൽ വെച്ചു ജമാഅത്തായി നിസ്കരിക്കും. ഉസല്ലി ഞാൻ നിസ്കരിക്കും, കുല്ല സ്വലാത്തിൻ എല്ലാ നിസ്കാരങ്ങളും, ജമാഅത്തൻ ജമാഅത്തായ അവസ്ഥയിൽ, ഫിൽ മസ്ജിദി പള്ളിയിൽ വെച്ച്. ഏഴാമത്തത് നഅതി അംസിലതൻ ലിമാ യഅതി താഴെയുള്ളവക്ക് ഓരോന്നിനും ഉദാഹരണങ്ങൾ കൊണ്ടുവരാനാണ്. റുബ്ബമാലിൻ അൻഫഖ്തുഹു എത്ര പണമാണ് ഞാൻ അതിനെ ചെലവഴിച്ചത്. രണ്ടാമത്തത് കൗനു സാഹിബിൽ ഹാലി നകിറതൻ മുഖസ്സസതൻ ബിഇളാഫതി സാഹിബിൽ ഹാലി നകിറയാകണം, ഇളാഫത്ത് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതുമാകണം. ഉദാഹരണം ഫി അർബഅതി അയ്യാമിൻ സവാഅൻ ലിസ്സായിലീൻ. മൂന്നാമത്തത് ബദലു ബഅദി മിൻ കുല്ലി. ഉദാഹരണം അകല റഗീഫ അവൻ പത്തിരി കഴിച്ചു, അതായത് സുലുസഹു അതിന്റെ 1/3. നാലാമത്തത് അൽളമീറുൽ ബാരിസുൽ മുത്തസിലു ബാരിസായ മുത്തസിലായ ലമീറിനുള്ള ഉദാഹരണം. ബാരിസായ ലമീറുകൾ 2 വിധമാണ്, മുത്തസിലുണ്ട്, മുൻഫസിലുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് മുത്തസിലായ ബാരിസായ ലമീറിനുള്ള ഉദാഹരണമാണ്. ഫഅൽതു. അഞ്ചാമത്തത് കൗനു സാഹിബിൽ ഹാലി നകിറതൻ വാഖിഅതൻ ബഅദ നഹി സാഹിബുൽ ഹാല് ആകലാണ് നകിറയാകണം, മാത്രമല്ല നഹിക്ക് ശേഷം സംഭവിക്കുകയും വേണം. ലാ യബ്ഗി ഇംറഉൻ അലംറഇൻ മുസ്തഖിഫൻ ബിഹി ലാ യബ്ഗി അതിക്രമം കാണിക്കരുത്, ഇംറഉൻ ഒരാളും, അലംറഇൻ ഒരാളുടെ മേലിലും, മുസ്തഖിഫൻ ബിഹി അവനെ തന്നെ നിന്ദിക്കുന്നവനായ അവസ്ഥയിൽ. ഇനി നമുക്ക് 2024 നടന്ന പൊതുപരീക്ഷയുടെ പേപ്പർ ചർച്ച ചെയ്യാം. ഒന്നാമത്തത് മയ്യിസി സ്വഹീഹ ബി അലാമത്തി ശരി. ശരി അടയാളം കൊണ്ട് ശരിയായതിനെ വേർതിരിക്കാനാണ്. 1 അല്ലാസിമു ഈ 3 ലാ തംഷി, ലാ തദ്ലിം, ലാ തദ്രിബ് ഇതിലേതാണ് ലാസിമ്? അതായത് നമ്മുടെ ലാസിമ് മുത്താദി എന്ന പാഠത്തില് 21 ലാസിമായ ഫെയിലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ 21 ലാസിമായ ഫെയിലും പഠിക്കണം. അതിൽപ്പെട്ട ഒരു പദം മാത്രമാണ് ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള പദങ്ങൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ 21 ഫെയിലുകൾ ഏതാണെന്ന് പഠിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ലാസിം എന്നാൽ മഫ്ഊലിലേക്ക് വിട്ട് കടക്കാത്തതാണല്ലോ ലാസിമ്. അങ്ങനെ നോക്കിയാലും മതി. ഇപ്പൊ ലാ തദ്രിബ് നീ അടിക്കരുത്, ആരെ? മുഹമ്മദിനെ. അപ്പോൾ ലാ തദ്രിബ് എന്ന പദം ചെയ്യുന്നുണ്ട്, മഫ്ഊലിലേക്ക് വിട്ട് കടക്കുന്നുണ്ട്. ക്രിയക്ക് വിധേയപ്പെടുന്ന ആളാണല്ലോ മഫ്ഊല്.
അപ്പൊ ലാ തുദ്രിബ്, നീ അടിക്കരുത് ആരെ? മുഹമ്മദൻ, മുഹമ്മദിനെ. അപ്പൊ ലാ തുദ്രിബ് എന്തല്ല, ലാസിമല്ല, അത് മഫൂലേക്ക് വിട്ടുകിടക്കുന്നുണ്ട്. ലാ തദ്ലിം, നീ ആക്രമിക്കരുത് ആരെ? ഇവിടെയും എന്തുണ്ട്, മഫൂലിലേക്ക് വിട്ടുകിടക്കുന്നുണ്ട് ഈ ലാ തദ്ലിം എന്ന പദം. ലാ തദ്ലിം സൈദൻ കൊടുക്കാം. അതേസമയം ലാ തംശി, നീ നടക്കരുത് ആരെ എന്ന് പറയാൻ പറ്റുമോ? എന്തിനെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ലാ തംശി എന്ന പദം മഫൂലിലേക്ക് വിട്ടുകിടക്കുന്നില്ല, അതുകൊണ്ട് അത് ലാസിമാണ്. ഇവിടെ ശരിയായ ഉത്തരം ലാ തംശി എന്നുള്ളതാണ്. രണ്ടാമത്തത് അൽ ബദലു, ഇതില് ബദലിനുള്ള ഉദാഹരണം കണ്ടെത്താനാണ്. ഏതാണ്? റഗൈഫുൻ സുലുസുഹു, റഗൈഫുൻ പത്തിരി, അതായത് സുലുസുഹു അതിന്റെ മൂന്നിലൊന്ന്. ഇനി ബാക്കിയുള്ള രണ്ടെണ്ണത്തിന്റെ ഉദാഹരണങ്ങളാണ്. മുദരിസാനി കിലാഹുമ എന്നുള്ളത്, കിലാഹുമ എന്നുള്ളത് തൗക്കീദ് മഅനവിന്റെ പദമാണ്, അതുകൊണ്ട് ഇത് തൗക്കീദിലുള്ള ഉദാഹരണമാണ്. അദിയാനുൻ കസീറത്ത് എന്നുള്ളതോ, ഇത് നഅ്തു മൻഊത്താണ്. ഇനി മൂന്നാമത്തത് അൽ ഹാലു, ഇതിലെ ഹാലിന്റെ ഉദാഹരണം ഏതാ? ലാ തഅകുൽ, നീ തിന്നരുത്, മുത്തകിഅൻ, ചാരിയിരിക്കുന്നവനായ അവസ്ഥയിൽ. ഹാൽ എന്നാൽ അവസ്ഥ എന്നാണല്ലോ. അപ്പൊ അവിടെ ശരിയായ ഉത്തരം എന്താ? ലാ തഅകുൽ മുത്തക്കി എന്നതാണ്. ഫാഇലിന്റെയോ മഫ്ഊലിന്റെയോ അവസ്ഥയാണല്ലോ ഹാല്, അതുകൊണ്ട് എന്താണ്? ഇനി രണ്ടാമത്തത് നസർത്തു മദ്ലൂമൻ എന്ന് പറയുമ്പോ അതെന്താണ്? നസർത്തു, ഞാൻ സഹായിച്ചു ആരെ? മദ്ലൂമൻ, ആക്രമിക്കപ്പെട്ടവനെ. അപ്പൊ അതെന്താണ്? അത് മഫ്ഊലാണ്. ഇനി ഹാജറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഹിജ്റ പോയി, അവിടെയോ ഫിഇലും ഫാഇലും ആണ്. ഹാജറ പോയി ആര്? റസൂൽ, നബി തങ്ങള്. അപ്പോ ഇവിടെ എന്താണ്? ഫാഇലാണ്, ഇവിടെ മഫ്ഊലാണ്. മുത്തക്കി എന്നുള്ളത് ഹാലാണ്. നാലാമത്തത് അൽ അലമു, ഇതിലെ അലമിന്റെ ഉദാഹരണം എന്താ? അലം എന്ന് പറയുമ്പോ പേരുകളൊക്കെ എന്തായിരിക്കും? അലമായിരിക്കും. വ്യക്തികളുടെ പേരുകളൊക്കെ അലമായിരിക്കും. നമ്മളെ പുസ്തകത്തില് അലമിന്റെ പാഠത്തില് രണ്ട് വ്യക്തികളെ പേരാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് സയ്യിദ്, ഒന്ന് ഖാലിദ്. അതേപോലെ നെക്കിറ മാരിഫയുടെ പാഠത്തില് രണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒന്ന് ഖാലിദ്, ഒന്ന് സുബൈർ. അത് രണ്ടും പ്രത്യേകം നോട്ട് ചെയ്യുക. അതായത് വ്യക്തികളുടെ പേരുകളൊക്കെ അലമ് തന്നെയാണ്, പക്ഷെ പുസ്തകത്തിൽ പറയുന്ന ആ പേരുകൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ അവിടെ കതബ ഖാലിദുൻ, ഖാലിദ് എന്നതാണ് അവിടുത്തെ അലമ്, അതുകൊണ്ട് അതാണ് അവിടുത്തെ അലമ്. ഇയ്യാക്ക എന്നുള്ളത് എന്താണ്? അത് ലൊമീറാണ്. ഇനി അഞ്ചാമത്തത് അൽ മുളാഫു, ഏതാണ് ഇതിലെ മുളാഫ് എന്നുള്ളത്? ഹാദിഹി തമാസീലു ഹിയൽ മർഅതു ബൈത്തുല്ലാ, ഇതിലേതാണ്? ബൈത്തുല്ലാ എന്നുള്ളതാണ്. അവസാന പാഠത്തിൽ എന്നുള്ളതാണ്. നെക്കിറയെ മഅരിഫയിലേക്ക് ചേർത്താൽ അതെന്താവും? അത് മഅരിഫയാകും, അവിടെയാണ് ഇത് പറയുന്നത്. രണ്ടാമത്തത് ഉക്തുബിൽ ഖതഅ സഹീഹൻ, തെറ്റിനെ ശരിയാക്കി എഴുതാനാണ്. ഇവിടെ കൊടുത്ത ഉദാഹരണം തെറ്റാണ്, അതിന്റെ ശരി എന്താണെന്ന് എഴുതാനാണ്. ലൈ യർളയ എന്നത് തെറ്റാണ്, അതിന്റെ ശരി എന്താ? ലൈ യർള എന്നതാണ്. മൂന്നാമത്തത് കമ്മിൽ ബിൽ മുനാസിബ്, യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തത് അൽ വലദു ഡാഷ് യദ്ഉ ലി അബവൈഹി അസ്സാലിഹു അസ്സാലിഹീന അസ്സാലിഹതു. ഇവിടെ നഅ്തും മൻഊത്തുമാണ്. വലത് എന്നതിന് ഒരു നഅ്ത്ത് വെച്ചെടുക്കണം. നഅ്ത്തിന്റെ പ്രത്യേകത എന്താ? നഅ്ത്ത് എന്ന് പറയുന്നത് തവാബിഉകളിൽ പെട്ടതാണ്, അതായത് മുമ്പിലുള്ള പദത്തെ ഫോളോ ചെയ്ത് അതിന്റെ തന്നെ ഇഅ്റാബ് സ്വീകരിക്കുന്ന മറ്റൊരു പദം. വലത് എന്നുള്ളത് മുദക്കറാണ്, മാത്രമല്ല മുഫ്രദും ആണ്. ഇവിടെയോ സ്വാലിഹീന എന്നുള്ളത് ജം ആണ്, അതുകൊണ്ട് അത് തെറ്റാണ്. സ്വാലിഹത്ത് എന്നുള്ളതോ മുഅന്നസാണ്, അതും തെറ്റാണ്. എന്നാൽ സ്വാലിഹ് എന്നുള്ളതോ അത് മുഫ്രദാണ്, മുദക്കറാണ്. അപ്പോൾ ശരി അൽ വലദു സ്വാലിഹു എന്നതാണ്. രണ്ടാമത്തത് അൽ കഅബതു ഡാഷ് ഖിബ്ലതുന, ബ്രാക്കറ്റിൽ അശ്ശരീഫു അശ്ശരീഫത്തു അശ്റഫാഉ. ഇവിടെയും നഅ്തു മൻഊത്തു ആണ്. അപ്പോൾ അൽ കഅബതു എന്നുള്ളത് എന്താണ്? മുഅന്നസ് ആണ്, അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം? അതിന്റെ നഅ്തു മുഅന്നസ് ആയിരിക്കണം. അപ്പൊ ഷരീഫത്തു എന്നതാണ് അവിടുത്തെ മുഅന്നസ്. മൂന്നാമത്തത് ഹും യുഅ്മിനൂന ബിൽ ഗൈബ്, ബ്രാക്കറ്റിൽ അല്ലാഇ അല്ലദീന അല്ലതാനി. ഇവ മൂന്ന് മൗസൂലകളാണ്. ഇതിനെ യോജിച്ച മൗസൂല ഏതാണ്? യുഅ്മിനൂന എന്നുള്ളത് എന്താണ്? ജം ആണ്, അപ്പോൾ ജം തന്നെയായിരിക്കണം. മാത്രമല്ല അത് മുദക്കറും കൂടിയാണ്, മുദക്കറും ആയിരിക്കണം. അപ്പോൾ അല്ല എന്നുള്ളതോ ജം മുഅന്നസ് ആണ്, അപ്പൊ ഇതല്ല. അല്ലതാൻ എന്നുള്ളതോ മുസന്നയാണ്, അതുമല്ല. അപ്പോൾ അവിടെ ശരിയായ ഉത്തരം ഹുമുല്ലദീന, അതാണ് ജം. നാലാമത്തത്
ജറിന്റെ ഹർഫുകളാണ് അൻ, ഇല, അല, ഫി. അവിടെ ശരിയായ ഉത്തരം ഇലല്ലാഹി മർജിഉക്കും, അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. അഞ്ചാമത്തത് ലാ തഅകുൽ, നീ തിന്നരുത്. ഇത് ഹാലാണ്. ഹാലിന്റെ ഇറാബ് എന്താ? നസ്ബായിരിക്കും വരിക. അപ്പോൾ മുത്തക്കിഊന എന്നുള്ളതല്ല, മുത്തക്കീൻ എന്നതല്ല, മുത്തക്കി അൻ എന്നുള്ളതാണ്. കാരണം അതിനാണല്ലോ നസ്ബോടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുത്തക്കി അൻ എന്നതാണ് അവിടെ ശരിയായ ഉത്തരം. നാലാമത്തത് കമ്മിലിൽ ബൈത്ത് പൂർത്തിയാക്കാനാണ്. 2 ബൈത്തുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പുസ്തകത്തിൽ 11 ബൈത്തുകൾ ഉണ്ട്. എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യമാണ് ബൈത്തുകൾ പൂർത്തിയാക്കുക അല്ലെങ്കിൽ ക്രമത്തിലാക്കുക എന്നുള്ളത്. 11 ബൈത്തുകളും അടങ്ങിയ ഒരു PDF ഡിസ്ക്രിപ്ഷനിലെ ഒരു ടെലഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഇവിടെ വന്ന 2 ബൈത്തുകൾ നോക്കാം. അലാമത്തുൽ ഫഇലി ഡാഷ് ഹാ ഗൈരി ഡാഷ് അമിൽ. നോക്കാം. അലാമത്തുൽ ഫഇലിൽ മുഅദ്ദ അൻ തസിൽ ഹാ ഗൈരി മസ്ദറിൻ ബിഹി നഹ്വു അമിൽ. രണ്ടാമത്തത് നഅതാനി ഡാഷ് അത്ഫാനി ഡാഷ് അവലി. നഅതാനി തൗകീദാനി കുല്ലു ബാദലിൻ അത്ഫാനി ഫിൽ ഇറാബി മിസ്ലുൽ അവലി. അഞ്ചാമത്തത് ഹരിക് മാ യഅതി, താഴെയുള്ളവർക്ക് ഹർക്കത്ത് ഇട്ട് കൊടുക്കാനാണ്. ഒന്നാമത്തത് ഹാദാ കൽബുക ഇഹ്ബിസ്ഹു ഇഹ്ബിസ്ഹു. രണ്ടാമത്തത് ലാ തഖറഇൽ ഖുർആന നാഇസൻ. മൂന്നാമത്തത് അജ്ലസ്തു റജുല അലൽ കുർസിയി. 4 ഫമസഹ റഅസഹു ജമീഅഹു. ആറാമത്തത് ഇക്തശ്ഫി ഷാസ, ഒറ്റപ്പെട്ടതിനെ കണ്ടെത്താനാണ്. 1 നളുഫ സാല ഹസന. ഇതിൽ നളുഫ എന്നതും സാല എന്നതും ലാസിമായ ഫിഅലുകളാണ്. എന്നാൽ ഹസന എന്നുള്ളത് മുതഅദ്ദിയാണ്. അതുകൊണ്ട് ഇവിടെ ഒറ്റപ്പെട്ടത് ഹസന എന്നതാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തത് സൈനുൽ ആബിദീൻ അസദുല്ലാ അബൂ ത്വാലിബ്. ഇവിടെ സൈനുൽ ആബിദീൻ എന്നത് ലഖബാണ്, അസദുല്ലാ എന്നുള്ളതും ലഖബാണ്. എന്നാൽ അബൂ ത്വാലിബ് എന്നത് കുനിയത്താണ്. കാരണം എന്താ? കുനിയത്ത് എന്താ? അബു അല്ലെങ്കിൽ ഉമ്മ് എന്നത് തുടക്കത്തിൽ വന്നതാണല്ലോ. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടത് അബൂ ത്വാലിബ് എന്നതാണ്. അതുകൊണ്ട് ഇവിടെ ശരി ഉത്തരം അബൂ ത്വാലിബ് എന്നതാണ്. മൂന്നാമത്തത് അൽ മുസ്ലിമൂന തഷ്കുറൂന യൻസുറൂന. ഇവിടെ മുസ്ലിമൂന എന്നത് ജംഅ് മുദക്കർ സാലിമാണ്. തഷ്കുറൂന എന്നത് അംസിലത്തുൽ ഹംസയിൽ പെട്ടതാണ്. യൻസുറൂന എന്നതും അംസിലത്തുൽ ഹംസയിൽ പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടത് ജംഅ് മുദക്കർ സാലിമായ അൽ മുസ്ലിമൂന എന്നതാണ്. നാലാമത്തത് യക്റഹു യൻസുറു യുഗ്സലു. ഇവിടെ യക്റഹു എന്നുള്ളത് മുളാരി ആണ്, മഅറൂഫ് ആണ്. യൻസുറു എന്നതും മുളാരി ആണ്, മഅറൂഫ് ആണ്. എന്നാൽ യുഗ്സലു എന്നുള്ളത് മുളാരി ആണ്, പക്ഷെ അത് മഅറൂഫ് അല്ല, അത് മജ്ഹൂലാണ്. അതുകൊണ്ട് അവിടെ ഒറ്റപ്പെട്ടത് യുഗ്സലു എന്നതാണ്. അതുകൊണ്ട് ശരി ഉത്തരം യുഗ്സലു എന്നതാണ്. ഏഴാമത്തത് റത്തിബിൽ കലിമാത്തി, കലിമത്തുകളെ ക്രമത്തിലാക്കാനാണ്. ഇല റിസാലത്തൻ കതബ അഖീഹി ജുനൈദ്. ഇതിനെ ക്രമത്തിലാക്കാനാണ്. കതബ ജുനൈദുൻ ഇല അഖീഹി റിസാലത്തൻ. രണ്ടാമത്തത് ഇൻ ഫാഇലീന ബനാതി ഹൗലാഇ കുന്തും. അതിനെ ക്രമത്തിലാക്കാം. ഹൗലാഇ ബനാതി ഇൻ കുന്തും ഫാഇലീൻ. എട്ടാമത്തത് ഉക്തുബിൽ കലിമാത്തി മിനൽ ജുമലി താലിയത്തി ഫിൽ ജദാവലിൽ മുനാസിബ. അതായത് ഇവിടെ 3 ജുംലകൾ കൊടുത്തിട്ടുണ്ട്. ആ ജുംലകളിൽ നിന്നുള്ള പദങ്ങൾ എന്ത് ചെയ്യുക? അത് ഈ കോളത്തിൽ, യോജിച്ച കോളത്തിൽ എഴുതി കൊടുക്കാനാണ്. നോക്കാം. ഒന്നാമത്തത് റഅയ്തു, ഞാൻ കണ്ടു. ഞാൻ കണ്ടു എന്ന ഈ ഫിഇൽ എന്തുണ്ടാവും? ഫാഇൽ ഉണ്ടാവും, മഫ്ഊൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഫിഇൽ എന്താണ്? അതൊരു മുതഅദ്ദിയായ ഫിഇലാണ്. ഇനി ബഖറാത്തിൻ സിമാനിൻ, അതെന്താണ്? അത് മൻഊത്താണ്, നക്രയുമാണ്. കാരണം എന്താ? മൻഊത്ത് എന്നാല് ബഖറാത്ത് എന്നതിന്റെ വിശേഷണമാണ് എന്ത്? സിമാനിൻ എന്നത്. അതായത് ആദ്യം വരുന്നത് മൻഊത്ത് ആയിരിക്കുമല്ലോ. മൻഊത്തിന് ശേഷമാണല്ലോ നഅത്ത് വരിക. മാത്രമല്ല ബഖറാത്ത് എന്നുള്ളത് നക്ര കൂടിയാണ്. കാരണം അത് നിർണയിക്കപ്പെടാത്തതാണ്.
ഏതൊരു പശുവിനെയും എന്ത് പറയാം, ബക്കറ എന്ന് പറയാം. അടുത്തത് ഇനി ബിഅ്തു എന്നത് എന്ന ഫിഇല് ലാസിമാണോ മുതഅദ്ദിയാണോ? അത് മുതഅദ്ദിയായ ഫീലാണ്, മഫ്ഊൽ വരും. അതുകൊണ്ട് ബിഅ്തു എന്നത് മുതഅദ്ദിയാണ്. ഇനി സയ്യാറത്തൻ എന്നുള്ളതോ അത് മൻഊത്തു ആണ്, നിക്രയാണ്. അതായത് സയ്യാറത്തൻ എന്നതിന്റെ നഅത്ത് ഖദീമത്തൻ എന്നാണ്. സയ്യാറത്ത് കാറ്, എങ്ങനത്തെ കാറ്? പഴയ. അപ്പൊ അതിന്റെ വിശേഷണമാണെന്ത്? സയ്യാറത്തിന്റെ ഒരു വിശേഷണമാണെന്ത്? ഖദീമത്ത് എന്നുള്ളത്. അപ്പോൾ സയ്യാറത്ത് എന്നുള്ളത് മൻഊത്ത്, ആദ്യം വരുന്നത് മൻഊത്ത്. എന്താണ് വിശേഷണം? അതാണ് നഅത്തായിട്ട് വരിക. അപ്പൊ ഖദീമത്ത് എന്നുള്ളത് എന്താണ്? നഅത്താണ്. അടുത്തത് ലാ തംഷി, നീ നടക്കരുത്, അത് ലാസിമാണ്. പക്ഷെ ലാസിമിന്റെ കോൾ അവിടെ കൊടുത്തിട്ടില്ല. ഇനി അൽ അർള്, എന്താ അർള്? അൽ അർള് പറഞ്ഞാൽ എന്താ? അത് മഅരിഫയാണ്, നിർണയിക്കപ്പെട്ടല്ലോ. അതുകൊണ്ട് അത് മഅരിഫയാണ് അർള് എന്നുള്ളത്. ഇനി മറഹൻ എന്നുള്ളതോ അത് ഹാലാണ്. കാരണം എന്താ? ഒരു ഫാഇലിന്റെയോ മഫ്ഊലിന്റെയോ അവസ്ഥ ആയിരിക്കുമല്ലോ. ലാ തംഷി, നീ നടക്കരുത്, ഫിൽ അർളി, ഭൂമിയിൽ, മറഹൻ, അഹങ്കാരിയായ അവസ്ഥയിൽ. ഒമ്പതാമത്തത് അജിബ്, ഉത്തരം എഴുതുക. ഉക്തുബ് ഹംസത്തൻ മിമ്മാ യുഅറബു ബിൽ അലാമാത്തിൽ ഫുറൂഇയ്യ. ഫർഇയായ അടയാളങ്ങൾ കൊണ്ട് ഇഅ്റാബ് ചെയ്യുന്നത് നിന്ന് 5 എഴുതാനാണ്. 7 ഉണ്ട്, അതിൽ 5 എഴുതിയാൽ മതി. ഏതൊക്കെയാണ് 5? അസ്മാഉ സിത്ത, മുസന്ന, ജംഉ മുദക്കറു സാലിം, ജംഉ മുഅന്നസു സാലിം. രണ്ടാമത്തെ ചോദ്യം അഖ്സാമുൽ ബദലി കം ഹിയ വമാഹിയ. ബദലിന്റെ ഇനങ്ങൾ എത്ര, ഏതെല്ലാം? അഖ്സാമുൽ ബദലി അർബഅ. ബദലിന്റെ ഇനങ്ങൾ 4 ഏതൊക്കെയാണ് 4? ഒന്ന് ബദല് കുല്ലി മിൻ കുല്ലി, രണ്ടാമത്തത് ബദലും ബഅ്ളി മിൻ കുല്ലി, മൂന്നാമത്തത് ബദലുൽ ഇജ്തിമാലി, നാലാമത്തത് ബദലുൽ മുബായിൻ. മൂന്നാമത്തത് ഉക്തുബ് ഹംസത്തൻ മിൻ അഖ്സാബിൽ മഅരിഫ. മഅരിഫയുടെ ഇനങ്ങളിൽ നിന്ന് 5 എഴുതാനാണ്. അൽ-ളമാഇറു, അൽ-അലമു, അസ്മാഉൽ ഇശാറ, അൽ-മൗസൂൽ, അൽ-മുഅറഫു ബിൽ അലിഫി വല്ലാമി. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് 2024 നടന്ന സ്കൂൾ പൊതുപരീക്ഷയുടെ ആൻസർ കീയാണ്. ഒന്നാമത്തത് മയ്യിസി സ്വഹീഹ ബി അലാമ. ശരി അടയാളം കൊണ്ട് ശരിയായതിനെ വേർതിരിക്കാനാണ്. ഒന്നാമത്തത് അന്നാഇബു അനിൽ ഫാഇലി. നായിബ് ഫാഇലിന്റെ ഉദാഹരണം ഏതാണ്? അർസലല്ലാഹു ഖാലത്ത് ഉഖ്തി ഗൈദൽ മാഉ. അർസലല്ലാഹു എന്നുള്ളത് ഫിഇലും ഫാഇലും ആണ്. ഖാലത്ത് ഉഖ്തി എന്നതിലെ ഉഖ്തി എന്നത് മുഅന്നസ് ഹഖീഖയാണ്. മുഅന്നസ് ഹഖീഖയിലേക്ക് ഒരു ഫിഇലിനെ ചേർക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം? ആ ഫിഇലിലെ ഒരു തഅനീസിന്റെ താഇനെ ചേർക്കണം. ഇത് രണ്ടാമത്തെ പാഠത്തിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരുപക്ഷെ അടുത്ത പരീക്ഷയിലെ ഇങ്ങനെ ആയിരിക്കും ചോദ്യം ചോദിക്കുക. മൂന്നാമത്തത് ഗൈദൽ മാഉ, വെള്ളം വറ്റപ്പെട്ടു. ഏതാണിത്? നായിബ് ഫാഇലുള്ള ഉദാഹരണം. രണ്ടാമത്തത് അത്തൗക്കീദുൽ മഅനവിയു. മഅനവിയായ തൗക്കീദ് ഈ മൂന്നെണ്ണത്തിൽ ഏതാണ്? അൽ ഉസ്താദു ഐനുഹു, ജാഅൽ വലദു, ദഹബ സൗജാനി. ഇവിടെ തൗക്കീദ് മഅനവി എന്ന് പറയുന്നത് 7 പദങ്ങളാണ്. അതിൽപ്പെട്ട ഒരു പദമാണെന്ന് ഐനുഹു എന്നുള്ളത്. അതുകൊണ്ട് ഐനുഹു എന്നതാണ് അവിടെ ശരിയായ ഉത്തരം. മൂന്നാമത്തത് അൽ ബദലുൽ മുബായിനു, അതായത് മുബദൽ മിൻഹുവിനോട് എതിരായ ബദലാണല്ലോ ബദലുൽ മുബായിന്. ഏതാണ്? മഫാസൻ ഹദായിഖ. അതെന്താണ്? ബദൽ കുല്ലി മിൻ കുല്ലിക്കുള്ള ഉദാഹരണമാണ് മഫാസൻ ഹദായിഖ എന്നുള്ളത്. ഖമീസൻ ഇസാറൻ, അതാണ് ബദലുൽ മുബായിന്. കാരണം എന്താ? ഖമീസ് അല്ല, ഇസാറ് അല്ലെ. അടുത്ത ഉദാഹരണം എന്താ? മുഹമ്മദുൻ ഹുസ്നുഹു, അവന്റെ ഭംഗി. മുഹമ്മദ് അവൻ, അതായത് അവന്റെ ഭംഗി. അതായത് ബദൽ ഇസ്തിമാലാണ്. ഇനി നാലാമത്തത് അള്ളമീറു അൻതും തുഅ്മിനൂന ഹൗലാഇ ബനാതി ദാനിക റജുലാനി. ഇതിലേതാ ളമീർ? ഒന്നാമത്തതാണ് അൻതും തുഅ്മിനൂന എന്നുള്ളതാണ്. അൻതും എന്നതാണ് അവിടുത്തെ ളമീർ. മറ്റേത് ഹൗലാഇ ബനാതി എന്ന് പറയുമ്പോൾ ഏതാ? അത് മൗസൂലയാണ്. ഹൗല എന്നുള്ളത് മൗസൂലയാണ്. ദാനിക എന്നുള്ളത് ഇഷാറയാണ്, ഇഷാറത്താണ്. അഞ്ചാമത്തത് അൽ കുനിയത്ത്. ഇതിൽ കുനിയത്ത് മാരിയ, ഫാത്തിമ, ഉമ്മു കുൽസൂം. ഇതിലേതാ കുനിയത്ത്? കുനിയത്ത് എന്ന് പറഞ്ഞാൽ അബ് കൊണ്ട് അല്ലെങ്കിൽ ഉമ്മു കൊണ്ട് തുടങ്ങിയതായിരിക്കണം. ഇവിടെ ഉമ്മു കൊണ്ട് തുടങ്ങി, ഉമ്മു കുൽസൂം. അപ്പൊ ഇതാണ് ഇവിടെ ശരിയായ ഉത്തരം.
രണ്ടാമത്തത് സ്വഹിഹ് ശരിയാക്കാനാണ്. ഒന്നാമത്തത് ലം യഅസിയാനി, ഈ പദം തെറ്റാണ്. എന്തുകൊണ്ട്? ലം എന്നത് ജസ്മിന്റെ ഹർഫാണ്. ഫിഇലിന് മുമ്പിൽ ജസ്മ് വന്നാൽ എന്ത് ചെയ്യണം? അവിടെയുള്ള നൂനിനെ കളയണം. നൂനിനെ കളഞ്ഞുകൊണ്ടാണ് ജസ്മ് ചെയ്യേണ്ടത്. അപ്പോൾ ശരിയായ ഉത്തരം ലം യഅസിയ എന്നാണ്. രണ്ട്, ഷരിബ ബിൻതുക്കി ലബനൻ, നിന്റെ പെൺകുട്ടി പാല് കുടിച്ചു. ഇവിടെയോ മുഅന്നസ് ഹഖീഖയിലേക്കാണ് ഫിഇല ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താഇന് ചേർക്കൽ നിർബന്ധമാണ്. ഷരിബത് ബിൻതുക ലബനൻ. മൂന്നാമത്തത് കമ്മിൽ ബിൽ മുനാസിബ്, യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തത് വത്തവാബിഉ, തവാബിഉകൾ സലാസത്തുൻ മൂന്നെണ്ണമാണ്, ഹംസത്തുൻ അഞ്ചെണ്ണമാണ്, അശറത്തുൻ പത്തെണ്ണമാണ്. ഏതാണ് ശരി? എത്ര തവാബിഉകളുണ്ട്? അഞ്ചെണ്ണമാണുള്ളത്. ഹംസത്തുൻ എന്നതാണ്. ഏതൊക്കെയാണ് അഞ്ചെണ്ണം? നഅത്ത്, തൗക്കീദ്, ബദല്, അത്ഫ് ബയാന്, അത്ഫ് ബിൽ ഹുറൂഫ്, അൽ അത്ഫു ബിൽ ഹുറൂഫ്. ഇവ അഞ്ചുമാണെന്ത്? തവാബിഉകൾ. രണ്ടാമത്തെ ചോദ്യം, വലില്ലാഹി അലന്നാസി ഡാഷ് ഹിജ്ജുൽ ബൈത്തി. അത് ബദലിന്റെ പാഠത്തിലുള്ളതാണ്. മൂന്നാമത്തത് വലാ യജ്റു റുബ്ബ, റുബ്ബ എന്നത് ജറു ചെയ്യപ്പെടുകയില്ല ഇല്ല ലിഇസ്മി ളാഹിരി, ളാഹിറായ ഇസ്മിനല്ലാതെ. നാലാമത്തത് വമാതു ഡാഷ് ഫി ഹയാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല ഫാത്തിമ, നബി തങ്ങൾ ജീവിച്ചിരിക്കെ വഫാത്തായി, ഫാത്തിമ ഒഴികെയുള്ളവർ വഫാത്തായി. ഇവിടെ എന്താ? വമാതു, അവർ മരിച്ചു എന്ന് പറയുമ്പോൾ വമാതു കുല്ലുഹും തൗക്കീദാണ്. അഞ്ചാമത്തത് വയുഷാറു ഇലൽ മക്കാനിൽ ഖരീബ്, അടുത്തുള്ള സ്ഥലത്തിലേക്ക് സൂചിപ്പിക്കപ്പെടുന്നത് ഹുന എന്നതുകൊണ്ട്. നാലാമത്തത് കമ്മിലിൽ ബൈത്ത് പൂരിപ്പിക്കാനാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിക്കുന്ന ചോദ്യമാണ് ബൈത്ത്. നോക്കാം. അൽ ഹാലു ഡാഷ് ഫ നുസിബത്, അൽ ഹാലു വസ്ഫുൻ ഫദിലത്തുൻ ഖദ് ഉഇരിബത് ഹൈഅത മാ ജാഅത് ലഹു ഫ നുസിബത്. രണ്ടാമത്തത് അൽ ഇസ്മു ഡാഷ് ലിശബഹി മുദിനി, അൽ ഇസ്മു മിൻഹു മുഅറബു വ മാ ബിനി ലിശബഹിൻ മിനൽ ഹുറൂഫി മുദിനി. അഞ്ചാമത്തത് ഹരിക് മാ യഅതി, താഴെയുള്ളതിനൊക്കെ ഹർക്കത്തിട്ട് കൊടുക്കാനാണ്. ഫഖഉദ് ഫി ദാലികൽ മജ്ലിസി ഉൽഖിയ الطفل في النهر جاء الطلاب خلا جمال لأنه كان سجد على إمامته. ആറാമത്തത് ഇക്തശ്ഫി ഷാദ, ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക. ഒന്നാമത്തത് ഹാജറ, ഗീദ, ഗസല. ഇവിടെ ഹാജറ എന്നതും ഗസല എന്നതും മാലിയാണ്, മഅറൂഫാണ്. എന്നാൽ ഗീദ എന്നുള്ളത് മാലി മജ്ഹൂലാണ്. അതുകൊണ്ട് ഇവിടെ ഒറ്റപ്പെട്ടത് ഗീദ എന്നുള്ള പദമാണ്. അതുകൊണ്ട് അതാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തത് അൻതും, ഇയ്യാക, ഇയാന. ഇവിടെ ഇയ്യാക എന്നതും ഇയാന എന്നതും മുൻഫസിൽ മൻസൂബായ ളമീറുകളാണ്. എന്നാൽ അൻതും എന്നുള്ളതോ മുൻഫസിൽ മർഫൂ ആയ ളമീറാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം അൻതും എന്നതാണ്. മൂന്നാമത്തത് ഷംസുൽ ഉലമ അൻഫുന്നാഖ അബൂബക്കർ. ഇവിടെ അബൂബക്കർ എന്നത് കുനിയത്താണ്. കുനിയത്ത് എന്നാല് അബു കൊണ്ട് അല്ലെങ്കിൽ ഉമ്മു കൊണ്ട് തുടങ്ങിയതാണല്ലോ കുനിയത്ത്. ഇവിടെ അബു കൊണ്ട് തുടങ്ങി, അതുകൊണ്ട് അത് കുനിയത്താണ്. ഷംസുൽ ഉലമ എന്നതും അൻഫുനാഖ എന്നതും ലഖബാണ്. ലഖബ് രണ്ട് രീതിയിൽ വരും. എങ്ങനെ? മാ അശ്അറ ബിമദ്ഹിൻ, പുകഴ്ത്തൽ കൊണ്ട് അറിയപ്പെട്ടത്. അതിന്റെ ഉദാഹരണമാണ് ഷംസുൽ ഉലമ. അതുപോലെ തന്നെ മാ അശ്അറ ബിദമ്മിൻ, ഇകഴ്ത്തൽ കൊണ്ടും ലഖബ് വരും. അതിന്റെ ഉദാഹരണമാണെന്ത്? അൻഫുനാഖ എന്നത്. ഇനി നാലാമത്തത് തീ, അല്ലത്തി, അല്ലാഇ. ഇവിടെ അല്ലത്തി എന്നതും അല്ലാഇ എന്നതും മൗസൂലകളാണ്. എന്നാൽ തീ എന്നുള്ളതോ അസ്മാഉൽ ഇഷാറയിൽ പെട്ടതാണ്. അതുകൊണ്ട് അവിടെ ശരിയായ ഉത്തരം തീ എന്നാണ്. തീ എന്നതാണ് അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. അല്ലത്തി എന്നതും അല്ലാഇ എന്നതാണ് അത് മൗസൂലയിൽ പെട്ടതാണ്. ഒറ്റപ്പെട്ടത് തീ എന്നതാണ്. തീ എന്നത് അസ്മാഉൽ ഇഷാറയിൽ പെട്ടതാണ്. ഏഴാമത്തത് റത്തിബിൽ കലിമാത്തി, കലിമത്തുകളെ ക്രമത്തിലാക്കാനാണ്. മനാദിറു അൽ ജിബാലി
വഫീഹ അൽ മുർത്തഫിഅ മിസ്ല. ഇത് ക്രമത്തിൽ എഴുതാനുള്ളതാണ്. നോക്കാം. വഫീഹ മനാദിറു മിസ്ലൽ ജിബാലിൽ മുർത്തഫിഅ. 2 ബിമദ്ഹി മാ വല്ലഖബു ഔ ബിദമ്മിൻ അശ്അറ. ഇത് ക്രമത്തിലാക്കാനാണ്. അതായത് ലഖബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് ഇവിടെ പറയുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് എന്താണ് ലഖബ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെയുള്ളതോ ലഖബ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ക്രമത്തിലാക്കാനാണ്. അപ്പോ ഇത് പ്രധാനപ്പെട്ടതാണ്. വല്ലഖബു, ലഖബ് എന്നാൽ മ ഒന്നാണ്, അശ്അറ അറിയിക്കുന്നു, ബിമദ്ഹിൻ മദ്ഹ് കൊണ്ട്, ഔ ബിദമ്മിൻ അല്ലെങ്കിൽ ദമ്മ് കൊണ്ട്. അതിന് പുസ്തകത്തിന് ഉദാഹരണം പറയുന്നുണ്ട്. മദ്ഹ് കൊണ്ട് അറിയിക്കുന്നതിന് ഉദാഹരണം പറയുന്നത് ശംസുൽ ഉലമ എന്നതാണ്. അതേപോലെ ദമ്മ് കൊണ്ട് അറിയിക്കുന്നതിന് ഉദാഹരണം പറയുന്നത് അൻഫുനാഖ എന്നതാണ്. 8ാമത്തത് ഉക്തുബിൽ കലിമാത്തി മിനൽ ജുമലി താലിയ ഫിൽ ജദാവലിൽ മുനാസിബ. താഴെയുള്ള ജുംലകളിൽ നിന്ന് കോളത്തിൽ അനുയോജ്യമായ കോളത്തിലേക്ക് പദങ്ങൾ എഴുതാനാണ്. അതായത് താഴെ 4 ജുംലകൾ പറയുന്നുണ്ട്. അതില് മഅറൂഫ്, മജ്ഹൂല്, ഫാഇല്, നായിബ് ഫാഇല്, ലാസിം, മുതഅദ്ദി ഒക്കെ ഉണ്ട്. അതിനെ വേർതിരിച്ച് എഴുതാനാണ്. നോക്കാം. വലദ, വലദ എന്നുള്ളത് എന്താണ്? മഅറൂഫാണ്, മുതഅദ്ദിയുമാണ്. മഫ്ഊലേക്ക് വിട്ടുകിടക്കുന്നതാണ്, മുതഅദ്ദിയാണ്. അതുപോലെ മജ്ഹൂലല്ല, അതുകൊണ്ട് അത് മഅറൂഫുമാണ്. ഹസൻ എന്നുള്ളത് മഫ്ഊലാണ്, മഫ്ഊലിന്റെ കോളം ഇവിടെ ഇല്ല. ഫാത്തിമ എന്നുള്ളതോ അത് ഫാഇലാണ്, റളിയല്ലാഹു അൻഹ. 3ാമത്തത് ഖുത്തില എന്നുള്ളത് എന്താണ്? അത് മജ്ഹൂലാണ്, മാത്രമല്ല അത് മുതഅദ്ദിയായ ഫീലും കൂടിയാണ്. ഇനി അസ്കരി എന്നുള്ളത് എന്താണ്? നായിബ് ഫാഇലാണ്. അതായത് മജ്ഹൂലായ ഫീലിന് ശേഷം വരുന്ന ആരായിരിക്കും? നായിബ് ഫാഇലായിരിക്കും. ഓക്കെ. അടുത്തത് നളുഫ. നളുഫ എന്നുള്ളത് ലാസിമായ പദമാണ്, അതുപോലെ തന്നെ മഅറൂഫാണ്. മജ്ഹൂലാവാത്ത മഅറൂഫായ പദമാണ്, ലാസിമായ പദം കൂടിയാണ്. ഇനി സൗബുഹു എന്നുള്ളത് ഫാഇലാണ്. സാല എന്നുള്ളതോ അത് ലാസിമാണ്, മഅറൂഫുമാണ്. ഹമ്മുഹു എന്നുള്ളതോ ഫാഇലാണ്. 9ാമത്തത് അജീബ്, ഉത്തരം എഴുതുക. 1 കൈഫ യുജ്അലുൽ ഫിഅലുൽ മാദി മജ്ഹൂലൻ. മാദിയായ ഫിഅലിനെ മജ്ഹൂലാക്കപ്പെടുന്നത് എങ്ങനെയാണ്? യുജ്അലുൽ ഫിഅലുൽ മാദി, മാദിയായ ഫിഅലിനെ ആക്കപ്പെടും മജ്ഹൂലൻ, മജ്ഹൂലാക്കപ്പെടും. ബിളമ്മി അവ്വലിഹി, അതിന്റെ മാദിയുടെ ആദ്യത്തിൽ ലമ്മിനെ കൊടുക്കുക. വകസ്രി മാ ഖബ്ലൽ ആഖിരി, അവസാനത്തിന് മുമ്പുള്ള ഒന്നിനെ എന്ത് ചെയ്യുക? കസ്റ കൊടുക്കുക. കഫുഇല, ഫുഇല എന്നതുപോലെ, വഫുഇല, ഫുഇല എന്നതുപോലെയും. നോക്കാം. ഇവിടെ ശരിക്കും ഫഅല എന്നുള്ളതാണല്ലോ, ഫഅല. അപ്പോ ആദ്യം എന്താ പറഞ്ഞത്? ബിളമ്മി അവ്വലിഹി, ആദ്യത്തിൽ ലമ്മ് കൊടുക്കണം. അപ്പോ ഫു എന്നായി. ഇനി വകസ്രി മാ ഖബ്ലൽ ആഖിരി, അവസാനത്തിന് മുമ്പുള്ളതിന് കസ്ർ കൊടുക്കുക. അവസാന ലാമാണ് ഇവിടെ, ഇതിന് മുമ്പുള്ള ഐനാണ്. അപ്പൊ ഫുഇ എന്നായി. അപ്പൊ ഫുഇല, അതാണ് ഇവിടെ പറയുന്നത്, ഫുഇല. ഇനി പറയുന്നത് ഫുഇല, ഇതെന്തായിരുന്നു? ഫഅല എന്നായിരുന്നു. ഫഅല. ഫഅല എന്നാകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ലൊമ്പിട്ട് കൊടുത്താൽ പിന്നെ ലൊമ്പിനെ നീട്ടാൻ ആരായിരിക്കും? അലിഫായിരിക്കില്ല, വാവായിരിക്കും. അപ്പൊ ഫു എന്നാകും. ഇനിയോ അവസാനത്തത് ഏതാ? ലാമാണ്. ഇതിന് മുമ്പുള്ളത് ഐൻ, ഇതിനെന്ത് ചെയ്യാ? കസർ കൊടുക്കണമല്ലോ. അപ്പൊ ഐനിന് കസർ കൊടുത്തു. അപ്പൊ ഫുഇല, കണ്ടോ ഇവിടെ ഫുഇല. ഇനി 2ാമത് നോക്കാം. അൽ ഹാലു മാഹിയ. എന്താണ് ഈ ഹാൽ എന്ന് പറഞ്ഞാല്? അൽ ഹാലു, ഹാൽ എന്നാൽ വസ്ഫുൻ, അതൊരു വിശേഷണമാണ്. വാഖിഉൻ, അത് സംഭവിക്കും. ബാദ തമാമിൽ ജുംല, ഒരു ജുംല പൂർത്തിയായതിനു ശേഷം. മുഫ്ഹിമും, അത് മനസ്സിലാക്കി തരുന്നത് ഹാല സാഹിബിൽ ഹാലി, സാഹിബുൽ ഹാലിന്റെ അവസ്ഥ മനസ്സിലാക്കി തരും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാന ചോദ്യമാണ്. പല പരീക്ഷകളിലും ചോദിച്ചൊരു ചോദ്യം കൂടിയാണിത്. 1ാമത്തെ പാഠത്തിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനും കൂടിയാണ്. അൽ ഇഅ്റാബു കംഹിയ വ മാഹിയ. ഇഅ്റാബ് എത്രണ്ണമാണ്, ഏതെല്ലാമാണ്? അൽ ഇഅ്റാബു അർബഅത്തുൻ. ഇഅ്റാബ് 4 എണ്ണമാണ്. ഏതൊക്കെ? നസ്ബ്, ജർ, റഫ്അ്, ജസ്മ്. ഇവ 4 എണ്ണമാണെന്ത്? ഇഅ്റാബുകൾ.